റസൂലുള്ളാഹിയുടെ അനുചരന്മാരുടെ കൂട്ടത്തിൽ ശതകോടീശ്വരന്മാരുണ്ടായിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫനെ പോലെയൊക്കെയുള്ള അതിസമ്പന്നന്മാരായ സഹാബികൾ ജീവിച്ചിട്ടുണ്ട്. മഹാദരിദ്രരായ ബിലാലിനെ പോലെയുള്ള, അമ്മാറിനെ പോലെയുള്ള അടിമകളെയും നമുക്കവിടെ കാണാം. റസൂലുള്ള ഒരിക്കലും ഉസ്മാനോട് എൻ്റെ കച്ചവടമൊക്കെ നിർത്തിവെച്ചിട്ട് ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോടും അങ്ങനെ റസൂലുള്ള നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. മറിച്ച് റസൂലുള്ള പറയുന്നത് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ അധ്വാനിക്കാനാണ്. വിശുദ്ധ ഖുർആൻ നമ്മളെ എല്ലാ വിശ്വാസികളെയും വെള്ളിയാഴ്ചകളിൽ വിളിച്ചുണർത്തുന്നൊരു വചനല്ലേ. ഫഇദാ ഖുളിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ്. അല്ലേ, പള്ളി അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇടമാണ്. ഇപ്പം അവസാന 10 നമ്മളിതാ ഈ പള്ളിയിൽ 24 മണിക്കൂറും കൂടാനുള്ള നിയ്യത്തുകളിലാണ്, ഈ ഇഅ്തികാഫുകളിൽ. എല്ലാ കാലത്തും പറ്റുന്നതാണ്. പക്ഷേ അള്ളാഹിൻ്റെ ഈ റമദാനിൻ്റെ അവസാന 10 അത് ഏറെ പുണ്യമുള്ളതാണ്. അള്ളാഹുവിൻ്റെ പള്ളിയുമായി വതബത്തലിലൈഹി തബ്തീല, റബ്ബുമായി ചേർന്ന് ദുനിയാവിൻ്റെ ബന്ധങ്ങളിൽ നിന്നൊക്കെ പരമാവധിയൊക്കെ ഒഴിഞ്ഞു നിന്ന് ആ റബ്ബിനോട് അടുക്കേണ്ട സമയം അതാണല്ലോ ഈ ഇഅ്തികാഫ്. അള്ളാഹുവിൻ്റെ പള്ളികളിൽ ഏറ്റവും പവിത്രമായ പള്ളി മസ്ജിദുൽ ഹറാം, മക്കയിലെ മസ്ജിദുൽ ഹറാം. രണ്ടാമത്തേത് മദീനയിലെ മസ്ജിദുൽ നബവി. മൂന്നാമത്തേത് ഇന്നത്തെ നമ്മുടെ കണ്ണീരായി മാറിയ മസ്ജിദുൽ അഖ്സ, ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദുൽ അഖ്സ. ഈ 3 പള്ളികളാണ്. ആ പള്ളിയിലെ രണ്ടാമത്തെ പ്രാധാന്യമർഹിക്കുന്ന പള്ളിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ഖുത്ബ നിർവഹിക്കുമ്പോൾ അല്ലെങ്കിൽ ജുമാ നമസ്കാരത്തിൽ ഓതുന്നത് ഫൈദാ ഖുളിയത്തി സ്വലാത്തു ഫന്തശിർ ഇദാ നൂദിയ ലിസ്സലാത്ത് മിൻ യൗമിൽ ജുമാ ഫസ്സൗ ഇലാ ദിക്രില്ലാ. അല്ലെ, വെള്ളിയാഴ്ചയിൽ നിങ്ങളെ അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വിളിച്ചാൽ നിങ്ങൾ ഉടനെ അങ്ങോട്ട് വരിക. അല്ലെ, അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് വരിക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാ ഇടപാടുകളും നിർത്തിവെക്കുക. എല്ലാ ഇടപാടുകളും നിർത്തിവെച്ച് വരണം. അല്ലേ, നമസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കച്ചവടമായിട്ടിരിക്കരുത്, ഇടപാടുകളുമായി ഇരിക്കരുത്. ഫൈദാ ഖുളിയത്തി സ്വലാ, നിസ്കാരം കഴിഞ്ഞാലോ അവിടെ നമുക്കറിയാം കുറേ ദിക്റുകളുണ്ട്, ദുആകളുണ്ട്, ഖുർആൻ പാരായണം ചെയ്യാം. അള്ളാഹിൻ്റെ പള്ളിയല്ലേ, നമുക്ക് ആ നിയ്യത്തിൽ ഇരിക്കാം, പുണ്യമാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുന്ന ആ അള്ളാഹുവിൻ്റെ ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വ യുദ്കറ ഫീഹാ ഇസ്മു, അള്ളാഹുവിൻ്റെ ആ വിശിഷ്ടമായ പ്രകാശമുള്ള വീടാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ. അല്ലേ, അള്ളാഹുവിനെ ഓർത്ത് അവിടെ ചില ആളുകളുണ്ട്, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് സ്വന്തം കച്ചവടങ്ങളോ സ്വന്തം ഇടപാടുകളോ തടസ്സം വരുത്താത്ത കുറച്ച് മനുഷ്യന്മാർ ആ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ആ പള്ളിയിൽ ഇരിക്കുക എന്നത് അതിമഹത്തായ പുണ്യമാണ്. എന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഉണർത്തുന്നത് ഫൈദാ ഖുളിയത്തി സ്വലാത്ത്, നിസ്കാരം കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളിലില്ലാ, നിങ്ങൾ നടന്നോളൂ, പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കോളൂ, നിങ്ങൾ ഭൂമിയിൽ വ്യാപരിച്ചോളൂ, അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളും അനുഗ്രഹങ്ങളുമൊക്കെ നിങ്ങൾ തെരഞ്ഞു പിടിച്ചോളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ദിക്റുകളും ദുആയും ഖുർആൻ പാരായണവും ഇഅ്തികാഫുമായി 12 മാസവും 24 മണിക്കൂർ വീതം അങ്ങനെ പള്ളിയിലിരിക്കുന്നതിനേറെ എൻ്റെ അള്ളാഹ്ക്കിഷ്ടം എൻ്റെ നിർബന്ധമായ കാര്യങ്ങളും അത്യാവശ്യം ഐച്ഛികമായ കാര്യങ്ങളുമൊക്കെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഞാൻ നിർവഹിക്കുന്നതോടൊപ്പം എൻ്റെ ഈ ഭൂമിയിലെ വലാ തൻസ നസീബക മിനദ് ദുനിയ. അല്ലേ, സത്യവിശ്വാസിയുടെ പ്രാർത്ഥനയായി വിശുദ്ധ ഖുർആൻ ഉണർത്തിയതെന്താ? അവർ പ്രാർത്ഥിക്കുന്നത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. പടച്ചോനെ, ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ നന്മ നൽകണമേ, ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് നന്മ നൽകണമേ, ഈ ദുനിയവിയായ ജീവിതത്തിൽ പരലോകത്തും നൽകണമേ, നരകത്തിൽ നിന്ന് കാക്കണമേ. അപ്പം അദ്ദുനിയ ജീഫ വത്തുലാബുഹ കിലാബ് എന്നൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ ചില അമിത ഭക്തിയുടെ അതിഭക്തിയുടെ ആളുകൾ പറയാറുണ്ട്. ദുനിയാവ് എന്നതൊരു ശവമാണ്, അത് തെരഞ്ഞു നടക്കുന്നത് നായകളാണ് എന്നൊക്കെയാണ് അവർ സിദ്ധാന്തിക്കാറുള്ളത്. അതല്ല ഇസ്ലാം. അല്ലേ, ദുനിയാവ് ശവമാണത് തെരയുന്നത് ഒരു വിശ്വാസിക്ക് ചേർന്നാലൊക്കെ നായ്ക്കൾ ചെയ്യുന്ന പണിയാണ് എന്നാണ് സൂഫിസം എന്നൊക്കെ പറഞ്ഞ് അള്ളാഹിൻ്റെ പള്ളികളിൽ ഇരിക്കുന്ന മതി, പക്ഷികൾക്ക് അള്ളാഹ് തീറ്റ കൊടുക്കുന്നത് പോലെ തന്നോളും എന്ന് പറയുന്ന ചില ആളുകൾ സിദ്ധാന്തിക്കുന്നത് അല്ല. അല്ലെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവിയിൽ നിന്ന് പോലും നിങ്ങൾ പൊയ്ക്കോളൂ. അതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. അല്ലേ, മദീനയിൽ ഒരു കച്ചവട സംഘം വന്നു എന്നാൽ ലോഡ് ചരക്ക് വന്നാൽ ആ നാട്ടിനേറെ ആഹ്ലാദമാണ്. കാരണം അവരുടെയൊക്കെ ഷെയർ ഉണ്ട് അതിനകത്ത്. എന്ന് മാത്രമല്ല, അവരുടെ മാർക്കറ്റ് നിശ്ചയിക്കപ്പെടാൻ പോവുകയാണ്. എന്തൊക്കെ പുതിയ സാധനങ്ങളാണ് വന്നത്, അതിൻ്റെയൊക്കെ വില എങ്ങനെയാണ്,
അതുകൊണ്ട് അവർക്കൊരാഹ്ലാദമാണ് ഈ അങ്ങാടിയിൽ ആ കച്ചവട സംഘം വന്നു എന്നറിഞ്ഞാൽ. അതിൽ നൂറുകണക്കിന് ആളുകളുണ്ടാകും അല്ലേ, ഒരുപാടേറെ കാലഘട്ടത്തിലേക്ക് ആവശ്യമായ വിഭവങ്ങളുണ്ടാകും. അപ്പോൾ റസൂലുള്ള മിമ്പർ ഖുത്ബ അറിയുമ്പോഴാണ് ഇങ്ങനെ കച്ചവട സംഘം അങ്ങാടിയിൽ വന്നു എന്നുള്ള ഒച്ചയും വിളിയൊക്കെ കേൾക്കുന്നത്. ഓല് പോയി അല്ലേ, ആളുകളൊക്കെ ടച്ച് പോയി. കാരണം ഓലെ സംബന്ധിച്ചിടത്തോളം അന്ന് അങ്ങനെയൊന്നും നിയമം അറിയില്ല, നിയമം പറഞ്ഞിട്ടുമില്ല. അല്ലാ വതറക്കൂ കകാഇമ, റസൂൽ എങ്ങളവിടെ നിൽക്കുമ്പോൾ ഓല് തങ്ങളെ ഇട്ട് പോയി അല്ലേ. അവരാ കച്ചവടത്തിന് പോയ സമയത്താണ് അള്ളാഹു ആയത്തിറക്കണത്, നിസ്കാരത്തിന് വിളിച്ചാൽ വരണം, കച്ചവടത്തിന് നിങ്ങൾ പൊയ്ക്കോളി അല്ലേ. അത് തൊട്ടടുത്ത് തന്നെ പറഞ്ഞു, നിസ്കാരം ഉടനെ കഴിഞ്ഞോളം നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. തഹജ്ജുദ് നമസ്കാരം, ഖിയാമുൽ ലൈലിന് നീളം കൂട്ടുന്നു ഒരു ഇമാം, സഹാബിയായ ഒരു ഇമാം എന്ന് പരാതി വന്നു. അദ്ദേഹം നിസ്കാരത്തിന് നിൽക്കുന്നില്ല, സുബഹി നിസ്കാരത്തിന് നീളം കൂട്ടുന്നുണ്ട് അല്ലേ. അപ്പം സുബഹി നിസ്കാരത്തിൽ നിൽക്കാതെ പോകുന്നു ചിലരെന്തേ, ഓൽക്ക് കർഷകരാണ്, അവർ നേരത്തെ പോകണം. ഇദ്ദേഹത്തിൻ്റെ ആലുംറാനും അൽബക്രയൊക്കെ ഓതി കഴിയുമ്പോൾക്ക് നേരം ഉച്ചയാവും. അപ്പോൾ റസൂലുള്ളാഹി ഇമാമിനെ വിളിച്ചിട്ട് ചോദിച്ചാൽ എന്താ അറിയോ, ആന്ത ഫത്താൻ, ജി ഫിത്തന ഉണ്ടാക്കുകയാണോ? എന്താ അദ്ദേഹം ചെയ്ത ഫിത്തന? അദ്ദേഹം മനോഹരമായി പാരായണം ചെയ്ത് തിരിയേറെ നിസ്കരിച്ചു എന്നുള്ളതാണ്. ഇന്ന ഖുർആൻ അൽ ഫജിൽ മഷ്ഹൂദ് അല്ലേ, തീർച്ചയായും പ്രഭാത നമസ്കാരത്തിലെ ഖുർആൻ പാരായണം അള്ളാഹിൻ്റെ അടുക്കൽ പ്രത്യേകം പുണ്യം കിട്ടുന്ന നിസ്കാരമാണ് അല്ലേ, ഓത്താണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഏറെ നിസ്കരിക്കണം. സാധാരണ ലൂറു അസുറും പോലെ കുലുവല്ലാഹു കുലാ റബ്ബിനാസ്മ തീർക്കേണ്ടതല്ല, അതങ്ങനെ തീർക്കണം എന്നല്ല. പക്ഷേ എന്നാൽ കുറച്ചുകൂടിയൊക്കെ നീട്ടി നമസ്കരിക്കേണ്ടത് ആ സുബഹ് ഇമാം നന്നായി നിസ്കരിച്ചതാ. അതിനാ റസൂൽ വിളിച്ചു ചോദിച്ച് ജി ഫിത്തന ഉണ്ടാക്കുകയാണോ എന്ന് ചോദിച്ച്. എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവും ദുനിയാവിൻ്റെ വിഭവവും വിശ്വാസികൾക്ക് അള്ളാഹു അനുവദിച്ചു തന്നതാണ്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, മൻ ഹറമ സീനത്തല്ലാഹ് അല്ലെ, ആരാണ് അള്ളാഹു നൽകിയ ആ അലങ്കാരങ്ങളെ, മനുഷ്യന് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന അലങ്കാരങ്ങളെ ഹറാമാക്കിയത് അല്ലെ. ദുനിയാവിൽ അള്ളാഹ് കുറച്ചേ ഹറാമുകൾ ഉണ്ടാക്കിയുള്ളൂ, ബാക്കിയൊക്കെ അനുഭവിക്കാൻ തന്നതാണ് അല്ലെ. എന്നിട്ട് പറഞ്ഞു അത് മതാഉൽ ഖുറൂർ അല്ലെ, ചതിയുടെ വഞ്ചനയുടെ വിഭവങ്ങളാണ്, കരുതി കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മനുഷ്യൻ്റെ ആ ഒരു പ്രകൃതിപരമായ താല്പര്യത്തോട്, തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, നിങ്ങൾ സ്വത്തിനോട് വല്ലാതെ ഇഷ്ടം കാണിക്കുന്നു, നിങ്ങൾ അള്ളാഹ് വിലക്കില്ല. തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, പക്ഷെ എന്താ പ്രശ്നം? തുസിറൂനൽ ഹയാത്തദ് ദുനിയ. പ്രശ്നം അവിടെയുള്ളൂ, ഇഷ്ടം കാണിച്ചതല്ല പ്രശ്നം, അതിന് നിങ്ങൾ അമിത പ്രാധാന്യം കൊടുത്തു പോകുന്നു എന്നതാണ് അല്ലേ. ഖാറൂനോട് ആ കൗമ് പറഞ്ഞതും അതാണ് അല്ലേ, ലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവ് നീ ഉപയോഗിച്ചോ, പക്ഷേ അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്, അള്ളാഹു നിനക്ക് ചില അനുഗ്രഹങ്ങൾ ചെയ്തെന്നതുപോലെ നീ തിരിച്ചു കൊടുക്കണം എന്നേ ഉള്ളൂ. വലാ തുബദ്ദിർ അല്ലേ, നീ ദുർവ്യയം ചെയ്യരുത് അല്ലേ. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ ചെകുത്താൻ്റെ സഹോദരങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തേക്കും അള്ളാഹ് നിയമങ്ങൾ തരികയാണ്. നീ സമ്പാദിച്ചോ, ആവുന്നത്ര സമ്പാദിച്ചു. ഒരു 80-85 ഒക്കെ വയസ്സായൊരു മനുഷ്യൻ ഇപ്പോഴും പലിശക്ക് കട തുറക്കാൻ പോകുമ്പം നിങ്ങൾ ഇപ്പുറത്തുനിന്ന് അസൂയപ്പെടേണ്ട, എന്തിൻ്റെ കേടാ അയാൾക്ക് അല്ലേ. അയാളുടെ കടയിൽ നിന്ന് മാസം മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ദിവസം വാങ്ങിക്കൊണ്ടുവരുന്ന മക്കളുണ്ടല്ലോ മൂപ്പരെന്തിനാ ഈ അവസാന കാലത്ത് വല്ല ദിക്റുമായിട്ട് പള്ളി കുത്തിറിഞ്ഞാൽ പോരെ എന്ന് ചോദിക്കണ്ട. അത് ചോദിക്കാൻ അള്ളാഹ് നമ്മളോട് അനുവദിച്ചിട്ടില്ല. അയാൾ പോയിക്കോട്ടെ അല്ലേ, അയാൾ അള്ളാഹുവിൻ്റെ ബർക്കത്ത് അന്വേഷിക്കട്ടെ, അയാൾ സമ്പാദിക്കട്ടെ. ഈ പറഞ്ഞതുപോലെ ധനികൻ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കും പോലെ സ്വർഗത്ത് പോകുന്നവനൊന്നല്ല ഇസ്ലാമിൽ. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു നിയമത്തെ ഏറെ കിട്ടിയാൽ ആ നിയമത്തിന് മറുപടി പറയേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ലാ തസൂലു ഖദമ ഹബ്ദിൻ ഹത്താ യുസല അൻ സലാസ്, റസൂലുള്ളാഹിയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, 3 കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാതെ ഒരാളുടെ കാലും അനങ്ങൂല മഹ്ശറയിൽ. 5 എന്നുള്ള റിപ്പോർട്ടുണ്ട്. ഏതായിരുന്നാലും അതിലൊന്ന് പറഞ്ഞത് അൻ മാലിഹി, അവൻ്റെ സമ്പത്തിനെ കുറിച്ചാണ്. മിന്നൈനക്തസബഹു വഫീമ അംഫഖഹു, രണ്ടും കൃത്യമാണ്. മാർച്ചാ മാസം അല്ലേ, നമ്മൾ പലരൊക്കെ കച്ചവടക്കാരൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരായിരിക്കും. നമുക്ക് ഏറെ തലവേദന പിടിച്ചൊരു മാസമാണ് അല്ലേ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടോന്നതിൽ നിന്ന് അല്ലേ 10, 20, 30% സർക്കാരിന് കൊടുക്കാണ്ട കണക്ക് വെക്കേണ്ട സമയം അല്ലേ. ഇസ്ലാം അങ്ങനെയൊന്നും നമ്മളെ കഷ്ടപ്പെടുത്തിയില്ല. ഇസ്ലാം 20 കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനാ കൊടുക്കാൻ പറഞ്ഞാണ്? പണിയെടുത്ത് കിട്ടിയതിനല്ല. എന്നാ കൊടുക്കാൻ പറഞ്ഞേ? നിധിക്കാണ്
അല്ലേ? ചിലവൊന്നും കിട്ടാത്ത നിധിയില്ലേ, ആ നിധിക്ക് 20 കൊടുക്കാൻ പറയും. പണിയെടുക്കണതിന് പണിക്കനുസരിച്ച് കുറച്ചാണ് കൊടുക്കാൻ പറയും. അധ്വാനിച്ചുണ്ടാക്കണ കാശിന് 2.5 കൊടുത്താൽ മതി അല്ലേ? കൃഷിയും തിരി അധ്വാനം കൂടിയ കൃഷിയാണെന്നുണ്ടെങ്കിൽ അതിന് 5 കൊടുത്താൽ മതി. അത്രേ അള്ളാഹ് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അള്ളാഹ് ഈ 2 ഭാഗമാണ് അല്ലെ, അതിനുള്ള ആ ഫോം പൂരിപ്പിക്കുമ്പോൾ 2 ഉണ്ട്. ഒന്ന് നമ്മുടെ വരവുകളാണ്, ആഗമനങ്ങൾ അല്ലേ, എവിടുന്നൊക്കെ കിട്ടി. മിന്നൈനക്തസബഹു, നമ്മളേറ്റവും ആദ്യമായി ആലോചിക്കേണ്ട ഒന്നതാണ്. ഒരു പക്ഷേ രണ്ടാമത്തേതിനേക്കാൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത് ഈ ഒന്നാമത്തെ ഭാഗമാണ്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ വഫീമ അംഫഖഹു, എവിടെ ചെലവാക്കി, വഫീമ അഫ്ന, എവിടെ തുലച്ചു എന്നൊക്കെ മറ്റൊരു റിപ്പോർട്ടിൽ. അപ്പോൾ എവിടെ തുലച്ചു എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാനുണ്ടാവും പള്ളി ഉണ്ടാക്കാൻ കൊടുത്തിക്കണ്, എത്തിക്കാൻ കൊടുത്തിക്കണ്, എന്തൊക്കെയോ നന്മകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന്. പക്ഷെ ഒന്നാമത്തെ ചോദ്യം ആദ്യം അതിന് മറുപടി അറിയണം. മിന്നൈനക്തസബഹു, എവിടുന്നേ കിട്ടിയേ അല്ലേ, എവിടെ നിന്ന് കിട്ടി, വളരെ കൃത്യമാണത്. ഓരോ പൈസക്കും അള്ളാഹിൻ്റെ മുമ്പിൽ മറുപടി പറയണം, എവിടുന്ന് കിട്ടി. മറ്റേത് മാത്രമേ നമ്മൾ കുറേയൊക്കെ കഴിച്ചിലായി പോവുകയും. ഏത് എവിടെ കൊടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ബോധം വെച്ചപ്പം പിന്നെ നമ്മൾ നല്ലോണം കൊടുത്തു തുടങ്ങിക്കണം. അതിൻ്റെ മുമ്പ് നമ്മൾ ഇടയ്ക്കോ അങ്ങനെയൊക്കെ വേണ്ടത്ര കൊടുത്തിരുന്നില്ല. പക്ഷെ നമുക്ക് ബോധമായത് മുതൽ നമ്മളൊരു പക്ഷേ സക്കാത്ത് 2.5% കൊടുക്കുന്നുണ്ട് അല്ലേ, സദക്കയും നമ്മൾ നന്നായി കൊടുക്കുന്നുണ്ട്. ഇസ്ലാമിക സമൂഹം ആ രംഗത്ത് ലോകത്തിന് മാതൃകയാണ് അല്ലേ. ഈ സമൂഹത്തിൻ്റെ കയ്യിലുള്ള സമ്പത്തിന് അവർ കൊടുക്കുന്ന സക്കാത്തും സദക്കയും അനുസരിച്ച് മറ്റു സമൂഹങ്ങൾ അവരുടെ കയ്യിലുള്ളതിനൊക്കെ കൊടുത്തിരുന്നുവെങ്കിൽ ഈ രാജ്യം, ഈ ലോകമൊക്കെ എന്നോ സമ്പന്നതയിൽ ആറാടുമായിരുന്നു. അഭിമാനത്തോടെ നമുക്ക് ഓർക്കാവുന്നതാത്, പറയാവുന്നതാത്. എല്ലാവരും ഇത്തിരി അസൂയോടെ, ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ആ ഒരു സാമൂഹ്യക്ഷേമ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊരു കളക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കളക്ഷനിൽ ഒരിക്കലൊരു മുസ്ലിം അല്ലാത്തൊരു സുഹൃത്തിൻ്റെ കടയിൽ സംസാരിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇവിടുത്തെ സാധാരണ കൂലിപ്പണിക്കാരായ ആളുകൾ അവരുടെ വരുമാനത്തിൻ്റെ ഒരു ഓഹരി തരും, പിന്നെ ഞങ്ങൾ നാട്ടിലൊക്കെ അങ്ങനെ പിരിച്ചു പോകും, അവിടുന്ന് കിട്ടണമൊക്കെ വാങ്ങും. അതുകൂടാതെ നാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ, കൊല്ലത്തിൽ 2 പ്രാവശ്യം ഞങ്ങൾ വേസ്റ്റ് പഴയ സാധനങ്ങൾ പെറുക്കാൻ വരലുണ്ട്, എന്നിട്ട് ആ വിറ്റിട്ട് അതിൻ്റെ പൈസ വാങ്ങും, ഇങ്ങനെയൊക്കെ. അപ്പോൾ അയാൾ ചോദിച്ചു, അല്ല അപ്പോൾ അത് അറബിയുടെ പൈസ ഒന്നും അല്ലല്ലേ ചോദിച്ചു. ചില ആളുകളുടെ ധാരണ എങ്ങനെയാണ്. പിന്നെ വേറെ ചില ആളുകളുടെ ധാരണ ഇതേതോ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പരിപാടി അവരുടെ നിന്നാണ്. നമ്മളെ കയ്യിലൊക്കെ കറുത്ത് കിടക്കുന്ന കുറച്ച് പൈസ ഉണ്ട്, അത് വെളുപ്പിക്കാനുള്ള അങ്ങനെയൊക്കെ ദുനിയാവിലുണ്ട്, നാട്ടിലില്ലാതൊന്നും പറയുന്നില്ല. പക്ഷെ അങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ ഈ ഇത്രയും മികവുറ്റ സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. കാരണം അയറ്റൊക്കെ അറിയില്ലല്ലോ, ഇതൊന്നും ശീലിച്ചിട്ടില്ലല്ലോ അല്ലേ. അപ്പം ആ രൂപത്തിൽ കൊടുക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിന് കുറേയൊക്കെ മാന്യമായി ഉത്തരം പറയാൻ കഴിഞ്ഞേക്കും. ആണോ എന്നില്ല നമുക്ക് ഇനി ആലോചിക്കേണ്ടതാണ്. പക്ഷെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ കാര്യം എന്താ, എങ്ങനെങ്കിലും ഉണ്ടാക്കിയാൽ മതി, ഉണ്ടാക്കിയത് നല്ലോണം കൊടുത്താൽ മതിയല്ലോ. പറ്റില്ല. 100 രൂപ കട്ടുകൊണ്ടുവന്ന് പറ്റിച്ചു കൊണ്ടുവന്ന് 100 റുപ്യയും അല്ലേ. അങ്ങനെ ഒരു സിനിമയിലെ കഥാപാത്രമൊക്കെ ഉണ്ടല്ലോ നേരത്തെ അല്ലേ, ഏതോ മുതലാളിമാരെടുത്ത് പിശുക്കന്മാരായ മുതലാളിമാരിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടോ നിങ്ങളിന് സാധുക്കൾക്ക് വിതരണം ചെയ്യുന്ന അങ്ങനെ ചില പ്രസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു അല്ലേ. നക്സലിസത്തിൻ്റെയൊക്കെ സിസ്റ്റം അങ്ങനെയായിരുന്നല്ലോ. ജബ്ബിമാരെടുത്ത് നിന്നൊക്കെ പിടിച്ചുകൊണ്ടിരുക, എന്നിട്ട് സാധുക്കൾക്ക് കൊടുക്കുക. അങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ടുപോകുന്നു അല്ലേ. അന്യായമായി 100 രൂപ പിരിച്ചു കൊണ്ടുവന്ന് ആ 100ലേക്ക് ഒരു 10 റുപ്യ എൻ്റെ കയ്യിൽ നിന്ന് കൂട്ടിയിട്ട് 110 ഞാൻ പാവങ്ങൾക്ക് കൊടുത്താലും ആ കുറ്റത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടില്ല. ഏത് കുറ്റത്തിൽ നിന്ന്? ഞാൻ ആ സമ്പാദിച്ചു കൊണ്ടുവന്നു. അതാണ് മിന്നൈനക്തസബഹു, എവിടെ നിന്ന് നേടി അല്ലേ. നേടാൻ ഇസ്ലാം കുറേ വഴി കാണിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ പൈസയാണ് നമ്മളെ അല്ലേ. പണം എന്ന് പറഞ്ഞാൽ പിണവും വാ പിളർക്കും എന്നൊക്കെ നമ്മളെ ചില ചൊല്ലുകളുണ്ട് അല്ലേ. പരുന്തും പറക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ അതാ ജീവിതം അല്ലേ. പൈസ പൈസ പൈസ. അതുകൊണ്ട് തന്നെ ഈ ഒരു ബോധം നമുക്ക് കിട്ടിയതുകൊണ്ട്, അതായത് കൊടുക്കണം എന്ന് കേട്ടതുകൊണ്ട്, കിട്ടുന്നത് എങ്ങനെയായാലും കുഴപ്പമില്ല, പോരാ, മാർഗവും ശുദ്ധമാകണം. ലക്ഷ്യം പോരാ. ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിത്തൂണായ നിയമം, അടിസ്ഥാനപരമായൊരു നിയമം അതാണ്. മാർഗവും നന്നാകണം, ലക്ഷ്യം നന്നായതുകൊണ്ടായില്ല അല്ലേ. ഇങ്ങനെ എവിടുന്നെങ്കിലുമൊക്കെ പിടിച്ചു പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ നന്മക്ക് വിനിയോഗിച്ചാൽ, എൻ്റെ നാട് വളരെ ദരിദ്രമാണ്, അവിടെ ആളുകൾക്ക് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ 5 കിലോമീറ്റർ നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു അറബീനെ പറ്റിച്ചിട്ട് പള്ളി വാങ്ങി അല്ലേ. ഞാനൊരു നല്ല നിയ്യത്താണ് എൻ്റെത്, എന്ത് എൻ്റെ നാട്ടിലൊരു പള്ളി ഉണ്ടാക്കൽ
ഈ പറഞ്ഞതൊക്കെ കള്ളത്തരം അയാളോട്. 5 കിലോമീറ്ററും പോകേണ്ട ആവശ്യമൊന്നുമില്ല, 1/2 കിലോമീറ്ററൊക്കെ പോയാൽ പള്ളിയിൽ. പക്ഷേ ഞങ്ങൾക്ക് 1/2 കിലോമീറ്റർ നടക്കാൻ കഴിയില്ല, അത് വേറെ വിഷയം. പക്ഷേ പള്ളി ഉണ്ടാക്കാനല്ലേ കൊണ്ടുവന്ന് കള്ളത്തരം പറഞ്ഞത് ഇസ്ലാം അനുവദിക്കുമോ? അനുവദിക്കൂലല്ലോ അല്ലേ? ഞാൻ ആദ്യം ഓതി വെച്ച വചനം, വിശ്വാസികളെ ലാ തഅ്കുലൂ അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ അന്യായമായി തിന്നരുത്. വലാ തുദ്ലൂ ബിഹാ ഇലൽ ഹുക്കാം, അത് കോടതി കൂടെയും തിന്നരുത്. വല്ലാത്ത പ്രയോഗം അല്ലാൻ്റെ. നമ്മളെയൊക്കെ ശരിക്കറിയുന്ന റബ്ബ് അല്ലേ? നമ്മൾ തിന്നുന്ന പല അന്യായ വരുമാനത്തിനും ന്യായം എന്താ? കോടതി അനുവദിച്ചിട്ടുണ്ട് എന്നതാ അല്ലേ? ദുർബലന്മാരായ ആളുകൾ അവരാണ് കക്ഷികളെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ശക്തമായ സാമ്പത്തിക പിന്തുണ കൊണ്ട്, അധികാര പിടുത്തങ്ങൾ കൊണ്ട് അല്ലേ, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മനുഷ്യനെയും അവൻ്റെ വക്കീലിനെയൊക്കെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയും. എന്നിട്ട് നമുക്ക് പറയാനുള്ള ന്യായം എന്താ? നാട്ടിലൊക്കെ ചില സംസാരങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളൊക്കെ ഇടപെടാറുണ്ടല്ലോ. അപ്പോൾ പറയാനുള്ള എന്താ? കോടതി അനുവദിച്ചതാണെന്നാ. കോടതി അനുവദിച്ചാൽ നമുക്കൊക്കെ ഹലാലാണല്ലോ. അങ്ങനെയാ അല്ലേ? കോടതി വന്ന് തന്നാൽ നിയമമായി. ഖുർആൻ ആ വാക്കെന്നെടുത്ത് ഉപയോഗിക്കുക, തുദ്ലൂ ബിഹാ ഇലൽ ഹുക്കാം, നിങ്ങളത് ഭരണാധികാരികൾ, വിധികർത്താക്കളുടെ അടുക്കലേക്ക്, ജഡ്ജിമാരുടെ അടുക്കലേക്ക് കൊടുക്കുകയാണ് ഈ ആളുകളുടെ സ്വത്ത് അന്യായമായി ഭുജിക്കുന്നതിന് വേണ്ടി, തിന്നുന്നതിന് വേണ്ടി. ഇല്ല തിജാറത്തൻ തറാൽ, തിന്നാൻ പറ്റണ വഴി അല്ല പറഞ്ഞു. പരസ്പരം തൃപ്തിയോടെയുള്ള കച്ചവടം. കച്ചവടം എന്ന് പറഞ്ഞാൽ പീടിയെന്നും വിൽക്കൽ മാത്രമല്ല, ഇടപാടുകൾ. പരസ്പരം തൃപ്തിയോടെയുള്ള ഇടപാടുകൾ, അതും ഒരു ക്ലോസാണ്. ഇടപാട് എന്നല്ല അല്ലേ? ഇടപാട് എന്നല്ല. അപ്പം മാർക്കറ്റിൽ ഒരു സാധനം കിട്ടാനില്ല, അപ്പം എനിക്കിഷ്ടമുള്ള വില പറയാം, വാങ്ങിക്കോളും. മാർക്കറ്റിൽ ഇസ്ലാം ഇടപെടൂല. ഭരണാധികാരി ചെന്നിട്ട് ഉള്ളിക്ക് ഇത്ര വില വേടാവും, തക്കാളിക്ക് ഇത്രയെന്ന് പറയില്ല, സാധാരണക്ക് പറയില്ല. കാരണം അത് ഡിമാൻഡിനനുസരിച്ചല്ലേ, സാഹചര്യങ്ങൾക്കനുസരിച്ച് ആ വില കൂടുകയും കുറയൊക്കെ ചെയ്യാം. പക്ഷെ എന്നാൽ ഒരു ഇടപെടേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. നമുക്കറിയാലോ, നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അങ്ങാടിയിൽ താമസിക്കുന്നവരായതുകൊണ്ട് കുറച്ച് നമുക്ക് അറിയായിരിക്കും അല്ലേ? കരിഞ്ചന്ത, പൂത്തിവെപ്പ്, കൊളലാഭം എന്നൊക്കെ പറയുന്ന കുറേ സിസ്റ്റങ്ങളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് എത്ര വിലക്കും അത് വിൽക്കാം അവിടെ മാർക്കറ്റിൽ സാധനം ഇല്ലെങ്കിൽ. എന്നിട്ട് എനിക്ക് പറയാം, അല്ല ഇത് ഇന്നലെ വന്നതാ, എവിടുന്നോ സംഘടിപ്പിച്ചുകൊണ്ടോ വന്നതാണ്, കഴിഞ്ഞ ആഴ്ച വാങ്ങിയ അതേ സാധനം തന്നെയാണ് സംഭവമൊക്കെ, പക്ഷെ എന്നാൽ അതിൻ്റെ 3 ഇരട്ടി വിലയാണ് അല്ലേ? സ്വാഭാവികമായും സമൂഹവും പറയും ന്യായമാണ്, ന്യായമാണെന്ന് അവരും പറഞ്ഞേക്കും. പറഞ്ഞപ്പം കോടതിയൊന്നും പോലും ഇടപെട്ടില്ല എന്ന് വരും. എൻ്റെ ഗോഡൗണിൽ ഞാൻ എത്ര കരുതി വെച്ചെന്നുള്ളതൊന്നും മര്യാദ കണക്കൊന്നും ഞാൻ കൊടുത്തില്ലല്ലോ, അത് മുഴുവൻ വിറ്റ് വയ്ക്കണോ, പുതിയ വിലക്ക് കൊണ്ടുവന്ന പുതിയ സാധനമാണോ, അല്ലെ പഴയ വിലക്കുള്ള പഴയ സ്ഥാനം തന്നെയാണോ ഞാൻ പുതിയ വിലക്ക് വിൽക്കണമെന്നൊന്നും. പക്ഷെ ഇതൊക്കെ അറിയുന്ന ഒരാളുണ്ടല്ലോ അല്ലേ? ആ കൊള്ളലാഭമാണ് ഞാൻ എടുത്തത് എന്നത് ഈ കോടതി, ഇവിടുത്തെ കോടതിയും നിയമവും അനുവദിക്കുന്നു എന്നതുകൊണ്ട് മാത്രം എനിക്ക് ഹലാലാവില്ല. എത്രക്കും വിൽക്കാം, വില എത്രയേ പാടുള്ളൂ എന്നൊന്നും അള്ളാഹ് കൃത്യമായി പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ ഈ എന്താണ് അതിന് പറയൽ, ഈ സ്ഥലം വാങ്ങി വിൽക്കണ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നല്ലേ, ഇപ്പോഴൊന്നും കാര്യമായിട്ടില്ല ഒന്ന് അല്ലേ? 10 റുപ്യക്ക് വാങ്ങിയൊരു JCB വൈകുന്നേരം വരെ ഉരുണ്ടുണ്ടെങ്കിൽ അത് 100 റുപ്യക്ക് വിൽക്കാൻ കഴിയും നമുക്ക്. ആയിക്കോട്ടെ, ഇസ്ലാം ഹറാമാന്നൊന്നും പറയുന്നില്ല. അതിൽ ഹറാമായ വേറെ ചില വശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പകുതി കേട്ട് പോയി കാണാൻ കുടുങ്ങരുത് അല്ലേ? പക്ഷേ അതായത് ഞാൻ എൻ്റെ ഉടമസ്ഥയിലേക്കും എത്താതെ ഓൻ്റെ അടുത്ത് നിന്ന് ഞാൻ അഡ്വാൻസ് 1000 റുപ്യയും കൊടുത്ത് കാണാൻ വാങ്ങി വെച്ച 1 ലക്ഷത്തിൻ്റെ മുതൽ വൈകുന്നേരം എന്നിട്ട് ഞാൻ 10 ലക്ഷത്തിന് വേറൊരുത്തന് വിൽക്കുകയാണ്. ഓൻ്റെ തമ്മിലാണ് വിൽക്കുന്നത്, എൻ്റെ ഉടമസ്ഥതയിലേക്കൊന്നും ആക്കിയില്ല. അതൊക്കെ ഹറാമാണ്. എൻ്റെ ഉടമസ്ഥതയിലാക്കിയിട്ടേ വിൽക്കാൻ പാടുള്ളൂ. അപ്പോൾ അത് പറഞ്ഞോണം, അവൻ 5000 റുപ്യൻ്റെ JCB കൂലിയല്ലേ കൊടുത്തിട്ടുള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അത് വിൽക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അത് ഈ നാടിൻ്റെ മൊത്തം മാർക്കറ്റിനെ പ്രതികൂലമായി ബാധിക്കുമെങ്കിൽ അതും പാടില്ലാത്തതാണ് അല്ലേ? അള്ളാഹ് സക്കാത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കാരണം പറഞ്ഞാൽ എന്താ? കൈല ദൂലത്തം ബൈനല്ലാകനിയ, അത് മുതലാളിമാർക്കിടയിൽ ഇങ്ങനെ കറങ്ങാതാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? പൈസ ഉള്ളവൻ തന്നെ പൈസ കൊണ്ട് പൈസ എറിയുക, പൈസ വാന്ത്, അങ്ങനെ കാണല്ലോ നമ്മളെ ചില പ്രയോഗങ്ങൾ അല്ലേ? അവിടെ കൃത്യമായി ഇസ്ലാം പറഞ്ഞു വെച്ചത് ഈ ഒരൊറ്റ വാക്കാ, നിങ്ങൾ അന്യായമായി തിന്നരുത്. അന്യായം ഏതാ? അത് റബ്ബ് പണ്ടേ നമുക്കൊക്കെ പറഞ്ഞു നിൽക്കുന്നു. ഫഹദൈനാഹുൻ നജ്ദൈൻ അല്ലേ? 2 വഴി കാണിച്ചു തന്നു എന്ന് പറഞ്ഞില്ലേ റബ്ബ്?
2 മാർഗങ്ങൾ കാണിച്ചു എന്ന്. അള്ളാഹു ഖൈറായി നൽകട്ടെ ആ സഹോദരന്. ഏതായാലും അവിടെ അള്ളാഹ് ന്യായവും അന്യായവും ഒക്കെ ആ ഒരു സോഫ്റ്റ്വെയർ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും അള്ളാഹ് ജന്മത്താൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലേ, ഇസ്ലാമിനെ പുറത്തൊന്നും കൊണ്ടുവരണം ഒരു മനുഷ്യനിലേക്ക് വേണ്ട. ഫിത്രത്ത് അല്ലാഹില്ലത്തി ഫത്തറന്നാസ്, അല്ലേ, മനുഷ്യരെ അള്ളാഹ് ഉണ്ടാക്കിയ ഫിത്രത്തിലുണ്ട്. അതാണല്ലോ നമ്മൾ പറയൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള മക്കളൊക്കെയും മുസ്ലിങ്ങളാണെന്ന് പറയാറില്ലേ. ഇസ്ലാമിൻ്റെ വീക്ഷണം അങ്ങനെയല്ലേ, കുല്ലു വലദിൻ യൂലദു അലൽ ഫിത്ര. അവൻ്റെ അകത്ത് ആ സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മളതിന് യൂണിവേഴ്സൽ വാല്യൂസ് എന്നൊക്കെ പറയില്ലേ, മൂല്യങ്ങൾ. അത് കള്ളമാണ്. ഉമ്മാനെപ്പാനെ നോക്കണം, അത് മാന്യതയാണ്, ന്യായമാണ്. അല്ലേ, ഓനെ ആക്രമിക്കരുത്. ഇതൊന്നും ആരും നിയമം പഠിപ്പിച്ചു തന്നിട്ടൊന്നുമല്ലല്ലോ, കോടതിൻ്റെ നിയമമൊന്നും ഉണ്ടായിട്ടല്ല, എല്ലാ മനുഷ്യനകത്തും ഉണ്ട്. അതുകൊണ്ട് ന്യായമായ വരുമാനം ഏതാണ് എന്ന് മനസ്സിനറിയാം. തിന്മയെക്കുറിച്ച് റസൂലുള്ളാഹിൻ്റെ ഒരു വിശദീകരണം ഉണ്ടല്ലോ, മാ ഹാക്ക ഫീ നഫ്സിക്. അത് ചെയ്തതിന് ശേഷം എനിക്ക് തന്നെ ഒരു ചൊറിച്ചിൽ തോന്നുന്നത് എൻ്റെ മനസ്സിൽ, അതിപ്പോൾ ശരിയായോ, അല്ലേ, ആ തോന്നുന്നതാണ് തിന്മ എന്ന് റസൂലുള്ളാഹി ഉണർത്തുന്നുണ്ട്. എങ്കിൽ അള്ളാഹ് പറഞ്ഞത് ബാത്തിലായി അന്യായമായി തിന്നരുത്. അത് റസൂലുള്ളാഹിൻ്റെ കാലത്തുണ്ടായ രൂപങ്ങൾ വ്യത്യസ്തമാണ്. ഒരു പക്ഷേ നമ്മുടെ വല്യാപ്പമാരുടെ കാലത്തുണ്ടായിരുന്ന വഴികൾ വേറെയാണ്, നമ്മുടെ കാലത്ത് പുതിയതാണ്. അല്ലേ, ഇന്നുള്ള ഒരുപാടേറെ വരുമാന മാർഗങ്ങളുണ്ട്. പുതിയ തലമുറയുടെ അല്ലെങ്കിൽ പുതിയ കാലത്തിൻ്റെ പുതിയ തരത്തിലുള്ള വരുമാന മാർഗങ്ങൾ. അതിൽ പലതും ഈ പറഞ്ഞ രൂപത്തിൽ. അല്ലെ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ദീനിയായി വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ഒരു സഹോദരൻ സാമ്പത്തികമായി വലിയൊരു ബുദ്ധിമുട്ടിലാകപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നാട് മുഴുവനുണ്ടല്ലോ പുതിയ തരം ബിസിനസ്സുകൾ. നിങ്ങൾ 5 ലക്ഷം തന്നേക്കൂ, നിങ്ങൾക്കതിന് ഇത്ര ശതമാനം ലാഭവിഹിതം തരും. അപ്പോൾ ഈ പാവമായ മനുഷ്യൻ ആരോടൊക്കെ പൈസ വാങ്ങി കാണുന്നത്, നല്ല വിശ്വസ്തരായ ആളുകളാണ്, നല്ല താടിയും തലക്കെട്ടും തലപ്പാവൊക്കെ ഉള്ള നല്ല മനുഷ്യന്മാരൊക്കെ തന്നെയാണ് അതിൻ്റെ മുന്നിലുള്ളത്. അപ്പോൾ അതിലെടുക്കും അരി, അല്ലേ, ആ കയറി കുറച്ച് മാസമൊക്കെ കിട്ടി. അത് കഴിഞ്ഞാൽ പിന്നെ ഓല് മുങ്ങി. കാരണം ഓലും ആയിരുന്നില്ല അതിൻ്റെ ആളുകൾ വേറെയൊക്കെ ഇനി. അല്ലേ, ഈ പൈസ എന്ന് പറയുമ്പോൾ എവിടെയും വീണു പോകുമല്ലോ നമ്മളറിയാതെ. അല്ലേ, അതിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ഇവിടുന്ന് ഒരു കുത്തുബയൊക്കെ നടത്തി അല്ലെങ്കിൽ ഒരു ക്ലാസ്സൊക്കെ നടത്തി കാണുന്ന ഒരാട് തേക്കും ആഞ്ചിയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പൈസയൊക്കെ തന്ന് അല്ലെ നിങ്ങളൊക്കെ ഷെയർ ചേരും. എന്നിട്ടത് നിങ്ങളെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങളെ സുന്ദരമായി പറ്റിക്കും. എന്നിട്ട് ഞാൻ പട്ടാൾപ്പള്ളിയിൽ പോയി ക്ലാസ് എടുത്തിട്ട് അവിടുന്ന് വേണ്ടാവുന്നത് പുതിയ ഷെയർ വരുമ്പം നിങ്ങൾ അവിടെയും ചേരും. കാരണം ഇത് അയാളല്ലത് വേറെ ആളാന്ന് ഞങ്ങളെ വിചാരം. അല്ലേ, അങ്ങനെ നമ്മളൊക്കെ. പക്ഷേ ഖുർആൻ അങ്ങനെ മനുഷ്യനെ ചതിക്കാനുള്ള എല്ലാ വഴികളും അടച്ചു വെച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, അടച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ചെയ്യരുത്. കാരണം അള്ളാഹ് തുറന്നു വെച്ചിട്ട് പറഞ്ഞില്ല. അല്ലെ, പടച്ചോൻ്റെ നിയമങ്ങളുടെ പ്രത്യേകത അതാ. പടച്ചോനൊരു കാര്യം വിലക്കുകയാണെങ്കിൽ അവിടേക്ക് എത്താനുള്ള വഴികൾ കൂടി അടച്ചിട്ടുണ്ടാകും. ആ അവസാനത്തിലല്ല ബോർഡ് വെക്കുക, അടച്ചു എന്നറിയാം. അത് ആദ്യത്തിൽ തന്നെ അതിനുള്ള എല്ലാ വഴികളും. ഇപ്പം വ്യഭിചാരത്തിനൊക്കെ കണ്ടില്ലേ നമ്മൾ, അന്യായമായി നോക്കരുത്, മാന്യമായ വസ്ത്രം ധരിക്കണം, മാന്യമല്ലാത്ത രൂപത്തിൽ സംസാരിക്കരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിട്ടാണ് വ്യഭിചാരത്തിൻ്റെ ആ കാഠിന്യം, അതിൻ്റെ ഗൗരവം, അതിൻ്റെ ശിക്ഷയൊക്കെ അള്ളാഹ് ഉണർത്തുന്നത്. അല്ലെ, ആ പറഞ്ഞതുപോലെ സമ്പത്തിൻ്റെ വരവിനെക്കുറിച്ച് കൃത്യമായി അള്ളാഹിൻ്റെ മുമ്പിൽ എവിടെ നിന്നാണ് എനിക്കൊരു രൂപ കിട്ടിയത് എന്ന് പറഞ്ഞിട്ടേ അതെവിടെയാ കൊടുത്തത് എന്നുള്ള ചോദിക്കുള്ളൂ എന്ന ബോധം നമ്മളിൽ ഉണ്ടാക്കി തരുന്നത്. അതിന് അള്ളാഹു ഏറ്റവും പ്രധാനമായി പറഞ്ഞത് അന്യായമായി തിന്നരുത് എന്ന് മാത്രമാണ്. ആ അന്യായത്തിന് അന്നുണ്ടായിരുന്ന രൂപമാണ് ഒന്ന് പലിശ. അല്ലെ, അന്നുണ്ടായിരുന്ന ഒരു വലിയ സാമ്പത്തിക അനീതിയുടെ പേരായിരുന്നു പലിശ എന്നത്. റസൂലുള്ളാഹി നിരോധിച്ചുകൊണ്ട് പറഞ്ഞു അവസാനത്തിൽ, എൻ്റെ ഉമ്മത്ത് പലിശ തിന്നു. പലിശ പല പേരുകളിൽ വരും. അല്ലേ, ആ രൂപത്തിൽ ഇപ്പം ഞാൻ ഈ അവസാനം പറഞ്ഞു വെച്ച സംഭവം, കച്ചവട ലാഭം, പ്രോഫിറ്റ് എന്നാ പറഞ്ഞതൊക്കെ, പക്ഷെ അത് ഇത്ര ശതമാനം തരുന്ന ആദ്യം പറഞ്ഞച്ച്. അല്ലെ, കിട്ടുന്നതിൻ്റെ എന്ന് പറയുമ്പോൾ വകുപ്പ് മാറി. അല്ലെ, കിട്ടുന്നതിൻ്റെ എന്ന് പറയുമ്പോൾ അത് രണ്ടും വന്നു, ലാഭത്തിലും പെട്ടു നഷ്ടത്തിലും പെട്ടു. അതൊക്കെയാണ്.
അപ്പോൾ പിന്നെ നമ്മളൊക്കെ ചില സംശയങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഈ ദുനിയാവിൽ ആരേലും പൈസ കൊടുത്താൽ മര്യാദയ്ക്ക് ലാഭം കിട്ടുമോ, നിങ്ങളെ തന്നാലും കിട്ടുമോ എന്നൊക്കെ ചോദിക്കുക. അല്ല, എനിക്ക് ലാഭം കിട്ടുന്നതിനനുസരിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു കാണും. ഒരാളെ കയ്യിൽ ഒരു സംരംഭത്തിന് പൈസ കൊടുത്താൽ ആരെങ്കിലും ലാഭം എന്തെങ്കിലും തരുമെന്ന്. ശരിയാ, അമാനത്ത് നഷ്ടപ്പെട്ടു പോയൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശ്വാസ്യത തീരെ നഷ്ടപ്പെട്ടു പോയൊരു കാലത്ത്. അതുകൊണ്ട് ലാഭം ഉണ്ടെങ്കിൽ തരണം എന്ന് പറഞ്ഞാൽ ഓനെന്ന് ബാലൻസ് ഷീറ്റ് നോക്കിയാലും കടത്തിലേ വരും നമുക്ക് തരുന്നോടത്ത്. അതുകൊണ്ട് പിന്നെ നമുക്ക് 5% തരണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അവിടെയാണ് അമാന, അവിടെയാണ് വിശ്വസ്തത, അവിടെയാ ഈമാൻ അല്ലേ, അവിടെയാണ് ഈമാൻ. എനിക്കതാ കഴിഞ്ഞ ബിസിനസ്സിൻ്റെ മൊത്തം പൊളിഞ്ഞുപോയി, അത് മുതലാക്കണ്ടേ. ഞാൻ 10 കൊല്ലം സമ്പാദിച്ചത് മുഴുവൻ ഇതൊക്കെ ഒരൊറ്റ പ്രളയത്തിനങ്ങ് പോയി. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ ഓരോ സാധനത്തിനും കണ്ടമാനം വില കൂട്ടിയതാ. എന്തിനാ? അത് മുതലാക്കാൻ. അതാണോ നമ്മൾ ഏറെ ലാഭം ഉണ്ടാക്കാനല്ല, നമുക്ക് പൊയ്പോയത് തിരിച്ചു പിടിക്കാനാ. പാടില്ല. പൊയ്പോയത് തിരിച്ചു പിടിക്കാൻ അന്യായമായി എനിക്ക് വില കൂട്ടി, ന്യായമായത് കൂട്ടാം അല്ലേ. അത് പോയത് തിരിച്ചു പിടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെനിക്ക് അന്യായമായി വിലയിട്ടുകൂടാ അല്ലേ. പറഞ്ഞു റസൂലുള്ള പറഞ്ഞ് വലാത്തനാജശു, നിങ്ങൾ വിലയേറ്റി പറയരുത്. വിലയേറ്റി പറയാറിഞ്ഞാൽ ഒരാളൊരു വില പറഞ്ഞൊരു സാധനത്തിനെ അതിലേറെ വില പറഞ്ഞ് നമ്മൾ വാങ്ങാനുള്ളൊരു പരിപാടിയില്ലേ. അതായത് ഓന് 30 റുപ്യ കച്ചവടമൊക്കെ ആക്കിയതാ, ഇപ്പുറത്തൂടെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് 35 തരാറ്. ഇതൊക്കെ നമ്മൾ സാധാരണ നിലക്ക് അനുഭവിക്കുന്നത് മഹല്ലുകളിൽ പോലും പലപ്പോഴും ഒരേ സഫിൽ നിൽക്കുന്നവർക്കിടയിൽ മധ്യസ്ഥന്മാരോ കോടതിയോ ഒക്കെ തീരുമാനം എടുക്കേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ വിലയേറ്റി ഇപ്പോൾ ഈ നമ്മൾ ബ്രോക്കർമാരെന്നൊക്കെ പറയുന്ന ചില ആളുകളൊക്കെ ഉപജീവനത്തിൻ്റെ ഒരു മാർഗ്ഗമായിട്ട് അതൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. പരമാവധി അവിടെയൊക്കെ നമ്മൾ സൂക്ഷ്മത. ബ്രോക്കറായി നിൽക്കുന്നത് ഒരു ഹറാമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമല്ല. അതായത് ഒരു ഏജൻറ്റ് എന്ന് കരുതിയാൽ മതിയല്ലോ. ഇതിൻ്റെ കയ്യിൽ വിൽക്കാനുള്ള ഒരു സാധനത്തിനെ വാങ്ങാനുള്ള ഒരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ, അറിയിച്ചു കൊടുക്കാൻ, അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാൻ ഇടയിൽ നിൽക്കുന്ന ഒരു വിശ്വസ്തനായ മധ്യസ്ഥൻ എന്ന നിലക്ക് കൂട്ടുകയാണെങ്കിൽ അത് തെറ്റൊന്നുമല്ല. പക്ഷെ അതില്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ് മറ്റവൻ്റെ അടുത്തുനിന്ന് ഇതിന് അമിത വിലക്ക് വാങ്ങിക്കുകയും എൻ്റെ അടുത്തുനിന്ന് ഇത്രയും ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് കിട്ടിയത് എന്നാണ് എൻ്റെ അടുത്തുനിന്ന് കമ്മീഷൻ വാങ്ങിക്കുകയും ചെയ്യുന്ന ആ ഏജൻസി അതിപ്പറഞ്ഞ ബാത്തില, തറാലീനല്ല. പക്ഷെ ആ നിൽക്കുന്ന ആ മനുഷ്യൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുകയാണ് എങ്കിൽ ആ ഹറാമായിട്ട് തന്നെയാണ് വരുന്നത് അത് അല്ലേ. അപ്പം അങ്ങനെയുള്ള ഈ ബ്രോക്കർമാരായിട്ടുള്ള ആളുകളാ ചിലപ്പോൾ ഈ പറഞ്ഞ വില കൂട്ടി പറയലിൻ്റെ ആളുകൾ. ഇന്നലെ രാത്രി കച്ചവടം നടന്നു എന്നറിഞ്ഞാൽ അവർ പൊലിച്ചക്ക് മുമ്പ് വീണ്ടും അവിടെ എത്തും. ഹൈജു കൊടുത്തു പോയോ, വേറൊരുത്തണ്ടായിന് ഓന് ഇത്ര തരാം പൈസയാ. ഞാൻ നേരത്തെ പറഞ്ഞ ശവം പോലും എണീച്ചിക്കണ കേസാ. നമ്മളെല്ലാ അമാനത്തും ഈമാനില്ല. റസൂലുള്ളക്ക് ആ സമൂഹത്ത് കിട്ടിയ ഏറ്റവും വലിയ വില എന്തായിരുന്നു അറിയാം? നമുക്കറിയാലോ റസൂലിൻ്റെ ഹിജ്റൻ്റെ കഥ അല്ലേ. റസൂൽ മദീനത്തേക്ക് ഹിജ്റ പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുന്നുണ്ട് കുറേ ഉത്തരവാദിത്തങ്ങൾ. എന്താ അറിയോ? കച്ചവടത്തിനൊക്കെ പോയ കുറേ ആളുകൾ അവരുടെ സമ്പാദ്യങ്ങളൊക്കെ റസൂലിനെ ഏൽപ്പിച്ച് പോയതാ. ഓൽക്കന്ന് ബാങ്കൊന്നും ഇല്ലല്ലോ. അമാനത്തുള്ള കുറച്ച് ആളുകളിലൊക്കെ ഏൽപ്പിച്ച് പോയതാ. കാരണം ഇനി വരുമല്ലേ എന്നൊന്നും അറിയില്ല. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയാ. മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അനന്തരാവകാശികൾക്ക് ഇത് കൊടുക്കണം, അതിന് പറ്റിയ ആളെ ഏൽപ്പിക്കണം. ആ ഏൽപ്പിക്കണത് അവർ റസൂലിനെയാണ് അല്ലേ. റസൂലുള്ള അതൊക്കെ ഇന്നയാൾക്ക് കൊടുക്കണം. ആർക്ക്? നബിക്കെതിരെ യുദ്ധത്തിന് പോകുന്നവരാവല് അല്ലേ. ഉള്ള ഷെയറൊക്കെ റസൂലുള്ളയുടെ കയ്യിലുള്ളത് ഇന്നേക്ക് ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ടാണ് റസൂലുള്ള പോണത്. ഞാൻ പറഞ്ഞു വന്നത് അത് വല്ലാത്തൊരു തീക്കട്ടയാണ് ഈ സ്വത്ത് എന്ന് പറയുന്ന സാധനം അല്ലേ. നമ്മളെല്ലാവരും പലപ്പോഴും വീണു പോകുന്ന ഒരു മേഖല. അതുകൊണ്ട് തന്നെ ഖുർആൻ ആ ഭാഗത്തിന് വളരെ ഗൗരവത്തോടു കൂടി സംസാരിക്കുന്നത്. ചെറിയൊരു സൂറത്തില്ലേ, വൈലുലിൽ മുത്തഫിഫീൻ, മുത്തഫിഫുകൾക്ക് നാശം. എന്താണ് മുത്തഫിഫ്? അല്ലദീനഹും ഇദക്താലു അനിന്നാസി യസ്തൗഫൂൻ വൈദാ കാലൂഹും വസനൂഹും യുഖ്സിറൂൻ. ആളുകളോട് അളന്നു വാങ്ങുമ്പോൾ കണക്കിൽ വാങ്ങുകയും കൊടുക്കുമ്പം കുറച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ. വല്ലാത്ത വാക്യങ്ങളിലെ അവനാണ് മുത്തഫിഫ്. അവന് വൈലാണ്. വൈല് എന്നത് നരകത്തിൻ്റെ പേരാണ് എന്ന് പറയുന്നുണ്ട് കുറേ മുഫസ്സിറുകൾ. നാശം എന്നാണ് അർത്ഥം എന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും ശരി,
ആളുകളിൽ നിന്ന് അളന്നു വാങ്ങുമ്പോൾ ഒരു കണക്ക്, ആളുകൾക്ക് അളന്നു കൊടുക്കുമ്പോൾ വേറൊരു കണക്ക്. അല്ലേ, നമ്മളിപ്പോൾ ഈ ലീഗൽ മെട്രോളജി വകുപ്പില്ലായിരുന്നെങ്കിൽ അല്ലേ, പണ്ടവർ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഒരു അറബി പെണ്ണ് പാട്ട് പാടിയായിരുന്നില്ലേ, ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ, പടച്ചോനില്ലായിരുന്നെങ്കിൽ ഈ കട്ടിലിവിടെ ആടേനിയാറുണ്ട് അല്ലേ. പട്ടാളക്കാരൻ ജോലിക്ക് പോയ അല്ലേ, ആ ധാർമ്മികത പടച്ചോനെ പേടിച്ചിട്ട് ഞാൻ സൂക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ പടച്ചോന്മാരുണ്ടല്ലോ, ഈ ലീഗൽ മെട്രോളജി അല്ലേ, ഓലെയൊക്കെ പേടിക്കുന്നതുകൊണ്ട് നമ്മളെ തുലാസും അളവും ഒക്കെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താമെന്ന് കരുതത്തുള്ളൂ, ഞാൻ എന്നെക്കുറിച്ച് പറയാമെന്ന് കരുതിയാൽ മതി അല്ലേ. പടച്ചോൻ പക്ഷേ അത് പറഞ്ഞു വെച്ചാണ്, ഇമാമിൻ്റെ അടുത്ത് ആമീൻ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവിടെ നമ്മൾ അല്ലേ. മനുഷ്യർക്ക് അളന്നു കൊടുക്കുമ്പോൾ അളവിൽ കൃത്രിമം കാണിക്കുക, അത് ഈ പറഞ്ഞ ബാത്തുലായ വരുമാനത്തിൻ്റെ ഭാഗമാണ്. ന്യൂനതകൾ മറച്ചു വെക്കുക ബാത്തുലായ വരുമാനത്തിൻ്റെ ഭാഗമാണ്. വിലയേറ്റി പറഞ്ഞ് കച്ചവടം ചെയ്യുക, അത് ബാത്തിലായ വരുമാനത്തിൻ്റെ ഭാഗമാണ്. അമിതമായ വിലയിടുക, അത് ഈ പറഞ്ഞ ബാത്തിലായ വരുമാനത്തിൻ്റേതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അമിത വില എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചോദ്യം ചെയ്തേക്കും എന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, മാർക്കറ്റ് ചില ഡിമാൻഡുകൾ ഉണ്ടാക്കും, ആ വില അന്യായമല്ല. മാർക്കറ്റ് ഉണ്ടാക്കുന്ന ഡിമാൻഡ് അനുസരിച്ച് വരുന്ന വില അന്യായമല്ല. അതല്ലാതെ നമ്മളുടെ ഗോഡൗണിലും പൂഴ്ത്തി വെച്ചിട്ടുണ്ടാക്കുന്ന വില, ഇപ്പം ഏപ്രിലിൽ ടാക്സ് കൂടാൻ സാധ്യതയുണ്ട്, അപ്പം അതുകൊണ്ട് ഇന്ന് മുതൽ സാധനമല്ല, സ്റ്റോക്കില്ല അല്ലേ എന്ന് പറയുമ്പോൾ, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് എൻ്റെ നാട്ടിലെ ഒരു നായരെ ഓർമ്മ വരുന്നത്. എൻ്റെ അയൽവാസിയായ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, മുർഷിദേ, നിങ്ങൾ ഈ മദ്രസ നടക്കുന്ന വയലനുസരിച്ച് നിങ്ങൾ മാപ്പിളമാരെന്നെങ്കിൽ നടന്നിരുന്നെങ്കിൽ നാടെത്ര നന്നായി പോവുക. ഇനി അയാളുടെ വീട് ഒരു വയലിൻ്റെ ഇങ്ങനെ തലക്കലാണ്. അപ്പോൾ നമ്മളെ മദ്രസയിൽ നടക്കുന്ന എല്ലാ ഖുർആൻ ക്ലാസ്സിൻ്റെ ഇസ്ലാമിക ക്ലാസ് വയലിൻ്റെ ഒക്കെ ശബ്ദം കൃത്യമായിട്ട് കേൾക്കും മൂപ്പർക്ക് വീട്ടിലേക്ക്. അപ്പോൾ ഓരോ ദിവസം ഇറങ്ങി പോരുമ്പോൾ എന്നോട് പറഞ്ഞതാ മൂപ്പരത്, നിങ്ങളെന്നെങ്കിലും ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നാടൊക്കെ എത്ര നന്നായി പോകുമായിരുന്നു. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പം ഞാൻ എന്നോട് തന്നെ പറയണതാ, നമ്മളെന്നെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞവരെങ്കിലും ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ അല്ലേ. നമ്മൾ ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സൊക്കെ അല്പം കേട്ടിട്ടുണ്ടാവും. പരലോകത്ത് അള്ളാൻ്റെ റസൂൽ നമുക്കെതിരെ നൽകുന്ന ഒരു പരാതി, ഇന്ന ഖൗമിത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. പടച്ചോനെ, എൻ്റെ ഈ ഉമ്മത്ത്, എൻ്റെ ഈ സമുദായം ഖുർആൻ അവഗണിക്കുകയായിരുന്നു എന്ന്. പക്ഷെ നമുക്ക് പറയാനുണ്ട്, ഇല്ല, ഞങ്ങൾ കുറേ ഓതിക്കുന്നു, കുറേ പഠിച്ചിട്ടുണ്ട്, ഞങ്ങൾ കിട്ടിയ സമയങ്ങളിലെല്ലാം ഞങ്ങൾ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ മഹ്ജൂർ ഈ ഓതലല്ലല്ലോ, ഓതാതിരിക്കലല്ലല്ലോ. തിലാവത്തുൽ ഖുർആൻ എന്നാൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ വൈലുല്ലിൽ മുത്തഫിഫീൻ ഇമാം ഓതിയാൽ അല്ലെങ്കിൽ ഇമാമിൽ നിന്ന് നമുക്കത് കിട്ടിയാൽ പിന്നീട് നമ്മളെ തുലാസ് നമ്മൾ ശ്രദ്ധിക്കണം, അവർ വന്നില്ലെങ്കിലും അല്ലേ, അളവ് തൂക്ക വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നില്ലെങ്കിലും എൻ്റെ തുലാസ്, ആ തുലാസ് ഈ യന്ത്രത്തിൻ്റെ തുലാസ് മാത്രമൊന്നുമല്ല. എൻ്റെ മോളെ കെട്ടിക്കുമ്പോഴേക്കൊരു തുലാസുണ്ട്, എൻ്റെ മോൻ കെട്ടുമ്പോൾ വേറൊരു തുലാസും ഉണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. എൻ്റെ മോൾക്ക് ഭയങ്കര വിലയാണ്, അതിന് ഭയങ്കര തൂക്ക. ഓൾക്കൊരു പിയാപ്പിളനെ തരുമ്പോൾ നാട്ടിൽ ജനിച്ച കുട്ടികളൊന്നും പറ്റൂല, അത്രയും മുന്തിയതാണ് എൻ്റെ മോൾ. ഇനി എൻ്റെ മോന് പെണ്ണ് തരയുന്ന സമയത്തോ, അപ്പോൾ എൻ്റെ മോനെ ആ ദുനിയാവിൽ ഏറ്റവും നാട്ടിലുണ്ടായ ഒരു പെണ്ണും പറ്റൂലോന് അല്ലേ. തുലാസ് അളവുകോല, അതേത് തരം അളക്കലുകളും അതിലേക്ക് പെടും. അപ്പോൾ നമ്മുടെ തുലാസ് വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമാക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു വശം, ഈ പറഞ്ഞ കോടതികളിലൂടെ വാങ്ങിയെടുത്താൽ ന്യായമാകും എന്നുള്ള നമ്മുടെ തെറ്റുധാരണ. എല്ലാം അന്യായമെന്നല്ല, പക്ഷെ അന്യായമായതിനെ ന്യായമാക്കി കോടതിയിലൂടെ വാങ്ങിയെടുക്കാൻ കഴിയുമെന്നത് റസൂലുള്ളാഹി പോലും പറഞ്ഞ അങ്ങനെയല്ലേ. എൻ്റെ അടുത്ത് നിങ്ങൾ വന്നിട്ട് ചില കാര്യങ്ങൾ പറയും, നിങ്ങളിൽ നാവിന് വൈദഗ്ധ്യമുള്ളവർക്കനുസരിച്ച് ഞാൻ വിധിക്കും, പക്ഷേ എന്നിൽ നിന്ന് വാങ്ങുന്ന വിധിയുമായി നിങ്ങൾ പോകുന്നത് നരകത്തിൻ്റെ തീ കഷ്ണവുമായിട്ടാണ്. അള്ളാഹിൻ്റെ റസൂലിന് പോലും ഗൈബ് അറിയില്ലല്ലോ ഇല്ല, റസൂലിന് പോലും മറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. ഞാൻ ചെന്നിട്ട് റസൂലിനോട് ഇങ്ങനെ പറഞ്ഞാൽ, അതല്ലേ ഒരു അൻസാരി ഒരു മോഷണം നടത്തിയിട്ട് ഒരു ജൂതൻ്റെ മേൽ ചാർത്താനുള്ളൊരു ശ്രമം നടന്നല്ലോ സഹാബികൾക്കിടയിൽ അല്ലേ. ഓലും പച്ച മനുഷ്യരന്മാർ നമ്മളെയൊക്കെ പോലെ. ഓല കൂട്ടത്തിലുള്ള ഒരാൾ അങ്ങനെ മോശക്കാരനാകുന്നത് ആ ഗോത്രത്തിനും കുടുംബത്തിനൊക്കെ മോശമാണെന്ന് തോന്നിയപ്പോൾ ഓലാമെല്ലാം മോഷണ വസ്തു എടുത്ത് ജൂതൻ്റെ ചരക്കിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു,
അല്ലേ? ജൂതനാണ്, പട്ടിയാ പേപ്പട്ടിയാണെന്നോ പറഞ്ഞാൽ കൊല്ലാൻ എളുപ്പമാണല്ലോ. അപ്പോൾ ജൂതനാണ് പറഞ്ഞപ്പോൾ വിശ്വസിച്ചു. റസൂലുള്ള ശിക്ഷ നടപ്പാക്കാൻ ഒരുങ്ങുക. അപ്പോഴാ ജിബ്രീൽ വഹയുമായിട്ട് വരുന്നത്. അല്ലേ? നീ കള്ളന്മാർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നവനാകരുതെന്ന്. കാരണം റസൂലിന് ഗൈബ് അറിയില്ല. റസൂലിൻ്റെ മുമ്പിൽ വന്നിട്ട് എൻ്റേതായിരുന്നു എന്നതിന് ഞാൻ തെളിവ് പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിഞ്ഞാൽ എൻ്റേതല്ലാത്ത സാധനം റസൂൽ എനിക്ക് അനുവദിച്ചു തരും. പക്ഷേ റസൂലുള്ള പറഞ്ഞു, പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കോ. റസൂല് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ട് പോരണ്ട. ഇതെന്താ, ഇത് തീക്കട്ടയുമായിട്ടാണ് നിങ്ങൾ പോണത്. അപ്പം അതുകൊണ്ട് കോടതി തന്നതാണ്, വക്കീല് തന്നതാണ്, അല്ലെ അനുവദിച്ച് കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അന്യായമായ ഒരു സ്വത്തിനെ നമുക്ക് ന്യായമാക്കാൻ കഴിയുകയില്ല എന്ന കാര്യം നമ്മൾ ഓർത്തു വെക്കുക. വേറെയും പുതിയ കാലത്തെ ഒരുപാട് വരുമാന മാർഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇസ്ലാം ചൂതിനെ നിരോധിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആർക്കും സംശയമില്ല, ഹറാമാണ് ആ വരുമാനം, അല്ലേ? പക്ഷേ ഈയിടെയായിട്ട് ലോട്ടറി വിൽക്കുന്നവരിലും വാങ്ങുന്നവരിലും നമ്മൾ കൂടുതലാണോ? എൻ്റെ ഒരു നിരീക്ഷണമാണോ എനിക്കറിയില്ല. പഴയ ആ ഉളുപ്പൊക്കെ പോയി എന്ന് തോന്നുന്ന മാതിരി നമ്മുടെയൊക്കെ നല്ല സ്ത്രീകളൊക്കെ, ഒരു പക്ഷേ പർദ്ദയൊക്കെ ഇട്ട സ്ത്രീകളൊക്കെ വരെ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ നിൽക്കുന്നത് കാണുന്നു റോഡ് സൈഡിലൊക്കെ. അങ്ങനെയുള്ള നമ്മുടെ സഹോദരിമാർ പോലും അത് പോയി വാങ്ങി കൂളായിട്ട്, പണ്ട് കള്ളുടിക്കണ പോലെയൊക്കെ തന്നെ ഇനി, അല്ലേ? പണ്ട് കള്ളുടിക്കലാൻ ആരും കാണാതെ ഏതെങ്കിലും ചറ്റക്കൂടെ ഉള്ളുകിലൊക്കെ ഉണ്ടല്ലോ. ഇന്നിപ്പോൾ നമ്മൾ ഹൈവേലെ 5 സ്റ്റാർ അല്ലേ? അതുപോലെ വളരെ കൂളായിട്ട്. അതിന് ചില ന്യായങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ബസ്സിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ സാധു കൊണ്ടൊരു കാരുണ്യം അറിയുമ്പോൾ, അല്ലേ? 2 തരം കാരുണ്യം ഒരേ സമയം ഒരുപാടല്ലേ. അപ്പം നമ്മൾ ഒറ്റ റമദാൻ ഇരട്ടി പുണ്യം എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമുണ്ട്, അല്ലേ? നമ്മളെ റമദാൻ്റെ ബോക്സ്, അതിൽ നമ്മൾ നോമ്പ് തുറക്കാൻ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ 30 നോമ്പിൻ്റെ പൈസ അതിലിടുകയും ചെയ്ത് 30 നോമ്പ് 160 നോമ്പിൻ്റെ കൂലി കിട്ടുമല്ലോ. അതുപോലെ ഇത് ഈ ഒരു ടിക്കറ്റ് എടുത്താൽ ആ വന്നോനൊരു ഭിന്നശേഷിക്കാരനാണ്, അയാൾ കുടുംബം പോറ്റും, അല്ലേ? അതേപോലെ ആ കാരുണ്യ നിധിൻ്റെ ബാക്കി പൈസ സർക്കാർ ആർക്കാ കൊടുക്കണത്? സാധുക്കളായ രോഗികൾക്കാണ് കൊടുക്കണത്. അപ്പം അതിൻ്റെ ഒരു കൂലി കിട്ടും. മൂന്നാമത്തത് പാവപ്പെട്ട എന്നെ പോലെയൊക്കെയുള്ള സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം തരാനൊക്കെയാണ് ആ പൈസ തരുന്നത്. അപ്പോൾ അതിൻ്റെ കൂലി വേറെയും കിട്ടും, അല്ലേ? പിന്നെ അല്ലേ ഇത്ര കിട്ടുക, പിന്നെ എന്താ അപ്പം ഇതെടുത്താൽ, അല്ല? എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ വെച്ചാൽ മംഗല്യ, അല്ലേ? സാധുക്കളൊക്കെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുള്ളത് മര്യാദയ്ക്ക് കൊടുക്കാതെ. പണ്ടൊരു വാപ്പനെക്കുറിച്ച് പറയലുണ്ടല്ലോ, ചോദിച്ചാൽ മൂപ്പരെടുത്തു നിന്നൊന്നും കിട്ടൂല. അവസാനം ഏറ്റവും നിർബന്ധമാണ്ടൊക്കെ പറയും, ഇതിൻ്റെ മടിയിൽ എടുത്തോ അറിയും, എന്നാലും കൊടുക്കൂല. ഈ പറഞ്ഞതുപോലെ സർക്കാർ ചോദിച്ചാൽ മര്യാദയ്ക്ക് കിട്ടൂല എന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മളെ പ്രലോഭിപ്പിക്കുകയാണ്, അല്ലേ? നമ്മളെ പരമാവധി പ്രലോഭിപ്പിക്കുക. 50 ഉറുപ്പ്യ എടുത്താൽ 5 കോടിയല്ലേ വരുന്നത്, അല്ലേ? ഈ നമ്മുടെ ഈ സമ്മാന സംവിധാനത്തിനെ കുറിച്ച് പോലും കുറേ മുസ്ലിം പണ്ഡിതന്മാർക്ക് എതിർപ്പുണ്ട്. ഈ ബമ്പർ സമ്മാനങ്ങളില്ലേ, ഈ കാറ് ലോറിയൊക്കെ വെച്ചിട്ട് കച്ചവടം, അതുപോലും ബാത്തിലായ വരുമാനമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാരുണ്ട്. ഞാൻ ഫത്വ പറയാൻ നിൽക്കണില്ല. ഉറച്ച സമ്മാനമൊക്കെ, അല്ലെ? 1000 ഉറുപ്പ്യക്ക് സാധനം വാങ്ങുമ്പോൾ 50 ഉറുപ്പ്യ ഡിസ്കൗണ്ട് എന്നോ, അല്ലെ 50 ഇതിലിട്ട് വാരലുണ്ടല്ലോ അവിടെ, മറ്റേ ബെൻസൊക്കെ വെച്ചും കാണി, അല്ലേ? അത് ഹറാമാണെന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട്. സൂക്ഷ്മതക്ക് നല്ലത് ഏതായാലും ഒഴിഞ്ഞിക്കണമെന്ന് തന്നെയാണ് നമ്മളൊക്കെ അഭിപ്രായം. ശരി, ഏതായിരുന്നാലും ഈ പറഞ്ഞ രൂപത്തിലുള്ള ലോട്ടറിയൊക്കെ വളരെ വ്യാപകമായി വരികയാണ്. അതൊക്കെ വെളുപ്പിക്കാൻ നമുക്കിങ്ങനെ കുറേ പേരുകളുണ്ട്. ഇസ്ലാം അനുവദിക്കുന്നില്ല, അല്ലേ? ഇസ്ലാം അനുവദിക്കുന്നില്ല. നിങ്ങൾ ആ പാവപ്പെട്ടവന് 10 ഉറുപ്പ്യ കൊടുത്തോളൂ, അവൻ ഭിന്നശേഷിക്കാരനല്ലേ, ടിക്കറ്റ് വേണ്ട, അല്ലേ? ഒരു പക്ഷേ നമ്മളൊക്കെ അടങ്ങുന്ന ക്ലബ്ബുകൾ ഈ ഭിന്നശേഷിക്കാരനുള്ള ഉപജീവനത്തിന് കാണിച്ചു കൊടുക്കുന്ന വഴി ഈ റാക്കും വാങ്ങിക്കൊടുത്തവനൊരു മുച്ചക്ര വണ്ടി വാങ്ങിക്കൊടുക്കും. നമ്മൾ ചെയ്ത വലിയ സേവനം, ജീവകാരുണ്യ പ്രവർത്തനം, അല്ലേ? ഇസ്ലാം നിഷിദ്ധമാക്കിയത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, അല്ലാത്തവനും പാടില്ല. കള്ള് ഞാൻ കുടിക്കൂല എന്ന് കരുതി എനിക്ക് ഫ്രീ കിട്ടിയിരിക്കണ്, ഞാൻ പട്ടാളക്കാരനാണ് 3 ഉപ്പി കിട്ടാനുണ്ട് എന്ന് കരുതി നിങ്ങൾ എൻ്റെ അയൽപക്കത്തെ വേല ഇതിനെടുക്കാൻ പറ്റൂലല്ലോ. അതുപോലെ എനിക്ക് ഈ പറഞ്ഞ അത് ലോട്ടറിയൊക്കെ ഹറാമാണ്, എന്നാലും ഞാൻ എടുത്തിട്ട് മറ്റൊന്നെടുത്തേക്കാം, അല്ലേ? അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അതും ഒരേപോലെ തന്നെ ഹറാമാണ്. ഈ ചൂതിൻ്റെ വിവിധ രൂപങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നു. പലിശയുടെ വിവിധ രൂപങ്ങൾ നാട്ടിലൂടെ വ്യാപകമായി വരുന്നു.
അല്ലേ? കച്ചവടത്തിന് ലാഭം നിശ്ചിത ലാഭം ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള നിക്ഷേപങ്ങളുണ്ടല്ലോ. അതിന് സ്വർണ്ണക്കടയിലായിരുന്നാലും ശരി, ഈ പറഞ്ഞതുപോലെ നാട്ടിൽ കൂടെ വരുന്ന ആളുകളുടെ കീഴിലായിരുന്നാലും ശരി, ആ രൂപങ്ങളിലുള്ളതെല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കുന്നതാണ്. പിന്നെ കുറേ ഇൻഷുറൻസുകളൊക്കെ ഉണ്ട്, അല്ലേ? ചില സാഹചര്യങ്ങൾ ചിലതിനെയൊക്കെ നമ്മളെ നിർബന്ധിക്കും. ഇപ്പോൾ വാഹനം ഇൻഷുർ ചെയ്യാതെ നമുക്ക് പുറത്തിറക്കാൻ പറ്റില്ല, അത് നിർബന്ധിത സാഹചര്യമാണ്, നമുക്കത് ചെയ്തിരിക്കണം. എൻ്റെ ലൈഫ് ഇൻഷുർ ചെയ്യുന്നതോ, കഴിഞ്ഞ ദിവസം എന്നെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ചെറുപ്പത്തിൽ അന്ന് വലിയ ബോധമൊന്നുമില്ലാത്ത കാലത്ത് അതിൻ്റെ പ്രീമിയം അടച്ച് തുടങ്ങിയതാണ്. പിന്നെ കുറേ അങ്ങോട്ട് എത്തിയപ്പോഴാണ് ഓർമ്മയായത് ഇത് ഹറാമാണ്, പാടില്ലാത്താണ്, ഇതിൽ പലിശ വരുന്നുണ്ട്. പക്ഷെ അപ്പം വിട്ടതിൻ്റെ മുതലും പോകും, അതുകൊണ്ട് ഞാൻ ഫുള്ള് അടച്ചു പോന്നു. എനിക്കൊരു 3.5 ലക്ഷം രൂപയോളം അതിൽ ഞാൻ അടച്ചിരിക്കുന്നു ഇത്രയും കൊല്ലം കൊണ്ട്. പക്ഷേ 7 ലക്ഷം രൂപയോളം കിട്ടാനുണ്ട്. അപ്പം ഇതിലിപ്പം എന്താ ചെയ്യുക? അറിയാഞ്ഞിട്ടൊന്നും ആയിക്കൂല ചോദിച്ചേ, ഞാൻ നേരത്തെ പറഞ്ഞ പൈസയാണല്ലോ. അപ്പോൾ അതെങ്ങനെങ്കിലും ഇപ്പോൾ സക്കാത്ത് ഒരു ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സംശയം തീരലുണ്ടോ? ഏത് വലിയ ഷേഖ് വന്ന് പ്രസംഗിച്ചാലും നമ്മളെ സംശയം തീരൂല. അത് നമുക്കറിയാത്തതുകൊണ്ടല്ല, അറിഞ്ഞിട്ട് ഇനി അഥവാ ഇയാളിലൂടെ ഇതെങ്ങനെ ഹലാലായി കിട്ടിയ കഴിച്ചിലായല്ലോ എന്നുള്ള ധാരണയാണ്. ഞാൻ എൻ്റെ ആ സുഹൃത്ത് നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ ഈമാനെ കളിയാക്കിയല്ല. അപ്പം അതിൽ 3.5 ഉള്ളൂ, ബാക്കി 3.5 സത്യത്തിൽ പറഞ്ഞാൽ ആ 7 കൂട്ടിയാലും മുതലാവില്ല അന്നത്തെ മൂല്യം വെച്ച് നോക്കുമ്പോൾ. അതാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ഞാൻ കൊടുത്ത പ്രീമിയത്തിൻ്റെ 300 റുപ്യ എങ്ങനെയാണ്, എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആ സംഖ്യയുടെയൊക്കെ പ്രീമിയം അതിൻ്റെയൊക്കെ ഇന്നത്തെ മൂല്യം വെച്ച് നോക്കിയാൽ ഇതിന് 7 ലക്ഷം കിട്ടിയാലും ഒക്കൂല. ഈ ഒക്കായികയാണ് ചിലപ്പോൾ നമ്മളെയൊക്കെ ഇത് വാങ്ങാൻ നിർബന്ധിതരാക്കുന്നത്. ലൈഫ് ഇൻഷുർ ചെയ്യാൻ ഇസ്ലാം നമ്മളെ അനുവദിച്ചിട്ടില്ല. എന്നാൽ ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഈ വർഗീയ കലാപങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ ജീവൻ മതത്തിൻ്റെ പേരിലൊക്കെ ഹനിക്കപ്പെടുന്നൊക്കെ ഒരു സാഹചര്യം വരുമ്പം സർക്കാർ സംവിധാനങ്ങളും സഹായങ്ങളും കിട്ടുകയില്ല എന്ന് ഉറപ്പൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ അനന്തരാവകാശികൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങനെ എടുക്കുന്നുണ്ട് എങ്കിൽ അതൊരു നിർബന്ധിത സാഹചര്യം എന്ന നിലക്കൊക്കെ അനുവദിക്കാവുന്നതാണ് എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ എന്നാലും റബ്ബ് തന്ന അനന്തരാവകാശികളല്ലേ, ആ റബ്ബ് അവർക്ക് മറ്റനന്തരം കൊടുത്തേക്കുമെന്ന് ആശ്വസിക്കുന്നതാണ് നല്ലത്. ഈ പറഞ്ഞതുപോലെ തന്നെ പലിശയുടെ ഇടപാട് വരുമ്പോൾ ഒരു സ്ഥലത്ത് അടവുണ്ട്, വേറൊരു സ്ഥലത്ത് തിരിച്ചടവുണ്ട്, രണ്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരുത്തി നിങ്ങൾക്ക് പലിശ കിട്ടാനും ഉണ്ട്, ഒരുത്തി നിങ്ങൾക്ക് പലിശ കൊടുക്കാനും ഉണ്ട്. അപ്പോൾ കിട്ടുന്നിടത്തുനിന്ന് വാങ്ങിയിട്ട് കൊടുക്കേണ്ടടുത്തേക്ക് കൊടുത്താൽ പോരെ? പറ്റില്ല അല്ലേ? ഒന്ന് ഞാൻ വീടിന് ലോൺ എടുത്തിട്ടുണ്ട്, ആ ലോണിന് തിരിച്ചടക്കുമ്പോൾ എനിക്ക് പലിശ അടയ്ക്കേണ്ടതുണ്ട്. മറ്റൊന്ന് എൻ്റെ PF നിക്ഷേപമുണ്ട്, സർക്കാരിൻ്റെ PF നിക്ഷേപമുണ്ട്, അതിൽ എനിക്ക് നിക്ഷേപിക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതിൽ ഞാൻ പലിശ വരുന്നുണ്ട്. അപ്പോൾ ആ പലിശ എടുത്തിട്ട് ഞാൻ ഇപ്പുറത്തെ പലിശ അടയ്ക്കുക ഇല്ല, എനിക്കത് വാങ്ങാനും അർഹതല്ല, അടയ്ക്കാൻ രണ്ടിനും പാടില്ലാത്തതാണ്. നേരെ മറിച്ച് ഞാൻ വാങ്ങിയ ആ പലിശ ഒരു പക്ഷേ എനിക്ക് പലിശ കുടുങ്ങിയ വേറെ ആർക്കെങ്കിലും കൊടുത്തേക്കാം. എൻ്റെ പലിശ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ ഞാൻ എടുക്കാൻ പാടുള്ളൂ. ഞാൻ വീടെടുത്ത് ന്യായീകരിക്കില്ല, ന്യായീകരിക്കാൻ പറഞ്ഞോ അല്ല. നമുക്ക് അത്യാവശ്യത്തിന് ജീവിക്കാവുന്ന ഒരു വീട് നമ്മുടെ ന്യായമായ പണം കൊണ്ടുണ്ടാക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അതിൻ്റെ വിശാലതക്കും സൗകര്യത്തിനും വേണ്ടിയിട്ട് പലിശക്ക് ലോൺ എടുക്കുക എന്നൊക്കെ പറയുമ്പം അല്ലേ, അത് വല്ലാത്ത കടുത്ത കൈ തന്നെയാണ്. പക്ഷെ നമ്മൾ എത്ര കൂളായിട്ടാണ്, പുതിയ കാറ് മോഡൽ വന്നിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് പഴയത് വിൽക്കുകയാണ്, പുതിയ അടവിന് കിട്ടുമല്ലോ. നമ്മളെ കണക്ക് അങ്ങനെയാണ് അല്ലേ? ഇപ്പോഴത്തെ മൂല്യം വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. കാരണം നമ്മൾ 10 കൊല്ലം കഴിഞ്ഞ് അടയ്ക്കുന്ന പൈസ വെച്ച് നോക്കുമ്പോൾ വലിയ നഷ്ടമൊന്നും വരാനുമില്ല. ഈ സംരംഭമാണ് നമ്മളെ ഇത്തരത്തിലുള്ള ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് താബികളായിട്ട് അവരുടെ വീട്ടിൽ വന്ന ചില ആളുകളോട്, നിങ്ങളൊക്കെ നിസ്സാരമായി കാണുന്ന ചില തിന്മകളില്ലേ, അതൊക്കെ ഞങ്ങൾ വലിയ ഗുരുതര പാപങ്ങളായി കരുതിയിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ സിനിമ കാണുക എന്നൊക്കെ പറഞ്ഞത് കുറച്ചു കൊല്ലം മുമ്പൊക്കെ എന്താ സ്ഥിതി? പുരയൊന്നും പുറത്താവുന്ന മാത്രമല്ല, ദീനും തന്നെ പുറത്തായി പോകും. ഒരു സിനിമക്കൊക്കെ പോയി പറഞ്ഞാൽ, ഞങ്ങൾ നാട്ടിൻപുറത്തൊക്കെ അങ്ങനെ അല്ലേ, ഒരു സിനിമക്കൊക്കെ പോയി പറഞ്ഞാൽ നാട് മുഴുവൻ പ്രശ്നമാവും, വീട്ടിലും കുടുംബക്കാരും കാരണന്മാരും ആകെ പ്രശ്നമാക്കും. ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ഇന്ന് സിനിമയും കൊണ്ടാണ് ഞങ്ങിട്ട് പോകുന്നത് അല്ലേ? ഇന്നിപ്പോൾ വലിയാപ്പയും ബാപ്പയും അമ്മായിമ്മയും മൂത്തമ്മയും മരോളും എല്ലാവരും കൂടി സുഖമായി കുത്തിട്ട് കാണല്ലേ, ഒരു പ്രശ്നം തോന്നുന്നില്ലല്ലോ. എൻ്റെ അന്നത്തെ ഹറാം ഇപ്പം ഹലാലായതാ?
അല്ലെങ്കിൽ അന്ന് വേണ്ടാത്ത ഹറാം നമ്മൾ ഉണ്ടാക്കിയതോ? ഏതാപ്പയിൽ പറ്റിയേ? നിങ്ങൾ തീരുമാനിച്ചോളി ഏതായാലും. അല്ല, ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമ്മൾ ചില തിന്മകളിലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കതൊക്കെ അതിനിപ്പോൾ എന്താ? ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ടൊരു വലിയ ആരോപണം വന്നില്ലേ? അതിൽ കപടവിശ്വാസികൾ കൊണ്ടുവന്ന ആ ദുരാരോപണത്തിൽ പാവങ്ങളായ ചില വിശ്വാസികളും വീണുപോയി. അപ്പം അതിനെക്കുറിച്ച് അത് വളരെ ഗൗരവമാണ് എന്ന് പറഞ്ഞപ്പോൾ ഓളുടെ വർത്താനം എന്തായിരുന്നു അറിയോ? തഹ്സബൂനഹു ഹയ്യിന. അതെന്താ? അത് ഞങ്ങൾ അതിനകത്തൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരാണും ഒരു പെണ്ണും ഒക്കെ ഇങ്ങനെ ഒറ്റക്ക് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൂടെ എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അതത്ര വലിയ കാര്യമാണോ? പക്ഷേ ഖുർആൻ പറഞ്ഞെന്താ? വഹുവ ഇൻദല്ലാഹി അളീം. അള്ളാൻ്റെ അടുക്കൽ അത് ഭയങ്കരമാണ് കേട്ടോ പറഞ്ഞു അല്ലേ? അങ്ങനെ നമ്മൾ തിന്മകളോട് രാജിയായപ്പോൾ ഇത്തരത്തിലുള്ള കുറേ വരുമാനങ്ങൾ നിഷിദ്ധമെന്ന് പറയാൻ പോലും ഇന്ന് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പേടിയാവുന്ന കോലത്തിലെത്തിപ്പോയി. ഊഹക്കച്ചവടം, ബാത്തിലായ വരുമാനമാണ് അല്ലേ? അടുത്ത സീസണിൽ വരാനിരിക്കുന്ന ഉൽപ്പന്നത്തിന് ഇപ്പോഴേ വില കട്ടിയിട്ടുള്ള ആ കച്ചവടം അല്ലേ? അന്ന് മാവ് പൂക്കുള്ളൂ അല്ലേ? അല്ലെങ്കിൽ അപ്പം മാവിൻ്റെയൊക്കെ കാലാണല്ലോ അല്ലേ? ഇപ്പം ഏകദേശം ആയിക്കഴിഞ്ഞു. എന്നാലും പൂക്കുല കണ്ടിട്ടുള്ള കച്ചവടം, ഇതൊക്കെ റസൂലുള്ള പ്രത്യേകം പറഞ്ഞ് നിഷിദ്ധമാക്കിയ കച്ചവടങ്ങൾ വരുമാനങ്ങളിൽപ്പെട്ടതാണ്, ഇടപാടുകളിൽപ്പെട്ടതാണ്. പിന്നെ ഇപ്പോൾ കുറേ ഹലാലായ നമ്മളെ സ്ത്രീധനം പോലെയുള്ളതൊക്കെ വേറെയും കുറേ പറയണ്ട, ആ ഭാഗങ്ങളിലേക്ക് പോകുന്നില്ല. ഇനി അതിൻ്റെ ചെലവ് അല്ലേ, വിനിമയം, സമയം കുറേ അങ്ങെത്തിയല്ലോ. വഫീമ അൻഫഖഹു, എവിടെ ചെലവഴിച്ചു എന്ന ചോദ്യം. എൻ്റെ കണക്കിന് ഞാൻ അത്യാവശ്യം കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കാറുണ്ട്, അത്യാവശ്യത്തിലേറെ സദക്കയും കൊടുക്കാറുണ്ട് എന്ന് എൻ്റെ കണക്ക്. ഞാൻ കണക്ക് നോക്കി എങ്ങനെ നോക്കിയിട്ട് അറിയോ? എൻ്റെ കൂടെയുള്ള കുറേ ആളുകളെയൊക്കെ നോക്കിയിട്ട് ഓൽക്ക് ഒരു കണക്കുമില്ല, ഒരു ഇതുമില്ല. അങ്ങനെ എന്താ അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവർ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒക്കെ കുറേ മനുഷ്യന്മാരാ. അപ്പോൾ ഓലെയൊക്കെ വെച്ച് നോക്കുമ്പം അള്ള സ്വർഗം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തരണം അല്ലേ? പൊതുവേ നമ്മൾ അങ്ങനെയാണ്. ദുനിയാവിൻ്റെ കാര്യത്തിൽ വരുമ്പം നമ്മെ മേലെയുള്ളവരെ നമ്മൾ നോക്കും. ഓനും ഞാനും ഒരേ കോളേജ് പഠിച്ചു, ഒരേ ജോലിയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പം നോക്കും, അച്ചങ്ങായി എന്ത് പൊന്തൂട്ടെ അല്ലേ? എനിക്ക് പഠിച്ചവനൊന്നും തന്നില്ല. അപ്പം അവന് കുറേ ഏറുണ്ട് ദുനിയാവിൽ, അതുകൊണ്ട് എനിക്ക് റബ്ബൊന്നും തന്നില്ല എന്ന് നിരാശപ്പെടുന്നു ഞാൻ. എന്നാൽ പരലോകത്തിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണ്. ഓനെക്കാണൊക്കെ നിസ്കാരം നോമ്പൊക്കെ എനിക്കാണ്, അതുകൊണ്ട് ഞാൻ തെറ്റില്ല. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, സത്യത്തിൽ അള്ളാഹ് നമുക്ക് തന്നതിൻ്റെ മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ നൽകുക എന്നാണല്ലോ അള്ളാഹ് പറഞ്ഞത്. വല്ലാത്ത ചങ്ക് കൊള്ളുന്ന ചില പ്രയോഗങ്ങൾ അറബിൻ്റെത്. ചെലവഴിക്കാൻ പറഞ്ഞത് മുഴുവൻ എവിടുന്നാ? നമ്മൾ നേരത്തെ പറഞ്ഞ കാറൂൻ എന്തേ പറഞ്ഞത്? അല്ല ഇൽമിൻ ഇന്തി അല്ലേ? ഇത് സാധുക്കോ കുറച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതെനിക്ക് സ്ത്രീധനം കിട്ടിയതോ ഓശാരം കിട്ടിയൊന്നല്ല, ഇതിൻ്റെ അറിവുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയാണ് അല്ലേ? ഞാൻ ഉണ്ടാക്കിയതാണ്, ഇതങ്ങനെ ഓശാരം തരാനുള്ള ഒന്നല്ല. ചിലപ്പോൾ അറിയാത്ത കാറൂനിയൻ മനസ്സ് നമുക്കൊക്കെ വന്നു പോകാറുണ്ട്, അങ്ങനെയായിട്ട് കൊടുക്കാനുള്ളതല്ല. പക്ഷെ അള്ളാഹ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എങ്ങനെയാ? അംഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഞാൻ നിങ്ങൾക്ക് തന്നതൊന്ന് കൊടുക്കണം. അത് പൈസയെന്നൊന്നും അല്ല പറഞ്ഞത്. എന്താ തന്നത്? അറിവ് തന്നോ? അറിവൊന്നും കൊടുത്തോളൂ. കുവ ശക്തി തന്നോ? ശക്തിയൊന്നും കൊടുത്തോളൂ അല്ലേ? റസൂലുള്ളാഹി പറഞ്ഞു ഓരോ സന്ധിക്കും സദക്ക ബാധ്യതയാണെന്ന് പറഞ്ഞപ്പോൾ ആ സാധുക്കളായ സാബികളെന്ന് പറഞ്ഞു, റസൂൽ എന്താക്കാനാ ഞങ്ങൾ 360 സന്ധികൾ ശരീരത്തിൽ, ഇതിനൊക്കെ ദിവസവും സദക്കയോ? അപ്പോൾ റസൂൽ പറഞ്ഞെന്താ? ഒരു സാധുവിനെ സഹായിക്കുക, പൈസ കൊടുത്തിട്ടല്ല, അവനെ കൈപിടിച്ച് സഹായിച്ചാൽ അതൊരു സദക്കയാണ്. ഇനി പുഞ്ചിരിച്ചാൽ അതൊരു സദക്കയാണ് അല്ലേ? അപ്പോൾ അള്ളാഹ് നിങ്ങൾക്ക് എന്ത് ശേഷിയാണ്? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നോ? നിങ്ങൾക്ക് സംസാര വൈഭവം നൽകിയോ? നിങ്ങൾക്ക് അതിൻ്റെ സക്കാത്ത് കൊടുക്കണം, സദക്ക കൊടുക്കണം. നിങ്ങൾക്ക് നല്ലൊരു കുടുംബത്തിന് തന്നോ അള്ളാഹ്? അതിനുള്ള സക്കാത്ത് സദക്ക കൊടുക്കണം. എന്താണോ നാം നിങ്ങൾക്ക് നൽകിയത് ആ നൽകിയെന്ന് കൊടുക്കുക. അങ്ങനെ കിടക്കാണ് കൂട്ടി നോക്കിയാൽ നമ്മൾ കൊടുത്തതായോ? മതിയായോ? എത്ര ശതമാനം കൊടുത്തുണ്ടാവും?
കൃത്യമായി അള്ളാൻ്റെ മുമ്പിൽ ഹാസിബു കബലാൻ തുഹാസിബു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെതായി നമ്മൾ കേൾക്കുന്നൊരു വാക്ക. അള്ളാൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണയ്ക്ക് വിധേയമാവുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചെലവുകൾ രണ്ട് രൂപത്തിലാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ആഖിറത്തിന് വേണ്ടിയുള്ള ചെലവഴിക്കൽ, പ്രത്യക്ഷത്തിലുള്ള ചെലവഴിക്കൽ. മറ്റൊന്ന് ആഖിറത്തിന് വേണ്ടിയുള്ള പരോക്ഷ ചെലവഴിക്കൽ. രണ്ട് ചെലവേ ഉള്ളൂ. ഒന്ന് ആഖിറത്തിന് വേണ്ടി പ്രത്യക്ഷത്തിലുള്ള ചെലവഴിക്കൽ എന്ന് പറഞ്ഞാൽ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. ആഖിറത്തിന് വേണ്ടി പരോക്ഷമായ ചെലവഴിക്കൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വാഹനത്തിന്, എൻ്റെ വണ്ടിക്ക്, എൻ്റെ കുടുംബത്തിന്, എനിക്ക് ഭക്ഷണത്തിനൊക്കെ ഞാൻ ചിലവാക്കില്ലേ, അതും എൻ്റെ പരലോകത്തിനുള്ള അല്ലേ? ആണ്. ഞാൻ ചോറ് തിന്നത് എനിക്ക് പടലോകത്ത് കൂലി തരും അല്ലേ? റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നിൻ്റെ ഭാര്യയുടെ വായയിൽ ഒരു പിടി ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിനുള്ള കൂലി തരും എന്ന് പറഞ്ഞില്ലേ? എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കുന്നത് എനിക്ക് കൂലിയാ അല്ലേ? പള്ളിയിലേക്ക് വരുമ്പോൾ മാത്രമല്ല അള്ളാൻ്റെ കൂലിയും തേടി നമ്മൾ വരുന്നത്. നമ്മൾ ആ മാർക്കറ്റിലേക്ക് കച്ചവടം പീടിയൻ്റെ പൂട്ട് തുറക്കുമ്പോൾ അള്ളാൻ്റെ കൂലി കിട്ടാനാ അല്ലേ? അള്ളാഹുവിൻ്റെ കൂലി കിട്ടാൻ തന്നെയാണ് നമ്മൾ ഈ ചെലവഴിക്കുന്നത്. ഈ രണ്ട് ചെലവഴിക്കലിലും അള്ളാഹ് പറഞ്ഞൊന്നുണ്ട്. അതെന്താ അറിയോ? ഇബാദുർ റഹ്മാൻ്റെ വിശേഷണമായിട്ട് സൂറ ഫുർഖാനിൽ അള്ളാഹ് വിശദീകരിക്കുന്നത് കാണാം. വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. അവരെ ചെലവഴിക്കുന്നതായാൽ ഏതിനായാലും അവർ പിശുക്കില്ല, ദുർവ്യയക്കാരാവുകയുമില്ല. അടിസ്ഥാനപരമായി ഈ രണ്ട് നിയമങ്ങൾ ചെലവഴിക്കുന്നിടത്ത്, അത് കുടുംബത്തിനായാലും പുറത്തേക്കായിരുന്നാലും ശരി, അത് അമിതമാവുകയില്ല, പിശുക്കാവുകയുമില്ല. അതിനെ പടച്ചോന് കൊടുക്കാൻ നേരത്തെ നിങ്ങൾ എല്ലോടെയും കൊടുക്കാൻ പാടുണ്ടോ? എൻ്റെ സമ്പത്തെല്ലാം കൂടി അള്ളാൻ്റെ മാർഗത്തിലേക്ക്. സഅദ് റളിയല്ലാഹുവിൻ്റെ സംഭവം നമുക്കറിയാലോ. അദ്ദേഹം വന്നിട്ട് റസൂലിനോട് പറഞ്ഞു, റസൂലേ, ഞാൻ യുദ്ധഭൂമിയിലൂടെ ചോര കൊടുത്ത് നേടിയെടുത്ത വമ്പൻ സമ്പത്തിനുടമയാണ്. പക്ഷെ ഇതെല്ലോടെയും കൊണ്ടുപോകാൻ എനിക്കൊരു മോളോ ഉള്ളൂ. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ സ്വത്തൊന്നും കിട്ടിയല്ലേ എനിക്ക് 2/3 അങ്ങോട്ട് പോയിക്കോട്ടെ അല്ലെ? 2/3 ഇസ്ലാം നിങ്ങൾ എന്നെ തിരിച്ചെടുത്തോളി. റസൂലുള്ളാഹി പറഞ്ഞു വേണ്ട. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നാ ശരി, ഒരു മോളേ ഉള്ളൂ, ഒരുപാടുണ്ട്, കിട്ടിയത് ഇസ്ലാമിൻ്റെ പേരില്ല, സംഗതിയാ യുദ്ധം ചെയ്തിട്ടാണ്, അതുകൊണ്ട് പകുതി ഇന്നായിക്കോട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു അതും വേണ്ട. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 1/3. അപ്പോൾ റസൂൽ പറഞ്ഞു അതെന്നെ ധാരാളാ, എൻ്റെ മക്കളെ മറ്റുള്ളവർക്ക് മുമ്പിൽ യാചകരായി വിടുന്നതിലേറെ നല്ലത് അവരെ ഐശ്വര്യവാന്മാരാക്കി വിട്ടേക്കുന്നതാ. അപ്പം എനിക്ക് കിട്ടിയതെല്ലാം കൂടി ഞാൻ പള്ളിക്ക് കൊടുത്ത് എന്ന് പറഞ്ഞു കാണാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പടച്ചോനടുത്ത് കഴിച്ചിലാവൊന്നുമില്ല അല്ല. അവിടെയും ഖവാമൻ, മധ്യമമായ നിലപാടാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളെല്ലാം ഉണ്ടാവും. നിങ്ങളെ മനസ്സിൽ വരുന്ന ചില ചോദ്യങ്ങളുണ്ടാവും അല്ലേ? തബൂക്കിൽ അബൂബക്കർ സിദ്ദീഖ് കൊടുത്തില്ലേ ചോദിക്കണോ അല്ലേ? അബൂബക്കർ ഇനി എന്താ ബാക്കിയുള്ളതെന്ന് ചോദിച്ചപ്പോൾ അള്ളയും റസൂലേ ബാക്കിയുള്ളൂ പറഞ്ഞില്ലേ? ചില പ്രത്യേക സാഹചര്യങ്ങൾ ചിലത് അനുവദനീയമാക്കും, അല്ലാത്ത രൂപത്തിൽ ഇസ്ലാം അത് പറഞ്ഞിട്ടില്ല അല്ലേ? നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങളുടെ ചെലവിന് കീഴിലുള്ളവരാ, അവർ പട്ടിണി കിടന്ന് ഞങ്ങൾ മറുപടി പറയേണ്ടി വരും. അതിന് പകരം നിങ്ങളെല്ലാം കൂടി ഞാൻ നാട്ടിലെത്തി കുട്ടിയെ കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുന്നില്ല. അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വിനിമയം, ഈ പ്രത്യക്ഷവും പരോക്ഷവും 2 മാർഗം, എങ്ങനെയുള്ള ചെലവും ഈ 2-ലേ പെടാവൂ. അതിൻ്റെ മേലെയുള്ളതൊക്കെ ഈ പറഞ്ഞ പിശാചിൻ്റേതാണ്, ദൂർത്തിൻ്റെ, ദുർവ്യയത്തിൻ്റെ. പള്ളി ഉണ്ടാക്കി, 5 കോടിൻ്റെ പള്ളി, 50 മിനാരം, ഓരോ മിനാരത്തിന് 250 ഫൂട്ട് ഉയരം അല്ലേ? കണ്ടാൽ ഞങ്ങളെ നാട്ടിൽ വരുന്ന എല്ലാവരും ഇപ്പോൾ പള്ളി കാണാനാണ് വരുന്നത്. ഹൗ ഞമ്മക്കൊരഭിമാനമല്ലേ? ഏറ്റവും വലിയ പള്ളി, ഏറ്റവും സുന്ദര പള്ളി ഞങ്ങളെ പള്ളി. അതുകൊണ്ട് ആട് ചെന്നാൽ മതിയോ പടച്ചോൻ്റെ അടുത്തേക്ക് അല്ലേ? പള്ളിയല്ലേ അല്ലേ? ചില ആളുകൾ അങ്ങനെയൊക്കെ ആണല്ലോ. അതിനാണെങ്കിൽ ഞാൻ പൈസ തരാം. ഏത് മിനാരത്തിന് നീളം കൂട്ടാനാണെങ്കിൽ ഓരോരുത്തരുടെ ഓരോ കാഴ്ചപ്പാടാ. പള്ളിയിൽ ഇങ്ങനത്തെ പായ വിരിക്കാനാണ് ചിലപ്പോൾ ഒരൊറ്റ പൈസ വരും, മറ്റോ പറയും പായക്കാണ് ഞാൻ പൈസ തരും. നമ്മൾ പറഞ്ഞാൽ നമുക്കിവിടെ നനവും ഇതൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഫീസിബിളായിട്ടുള്ളത് ഈ പായയാണ്. പക്ഷെ അതല്ല, ഇതിൻ്റെ 10 ഇരട്ടി വില വരുന്ന മറ്റേ കാർപ്പറ്റൊക്കെ ഉണ്ടല്ലോ, നിന്നാ തുള്ളണ സൈസ്. അപ്പം അങ്ങനത്തെ ആണെങ്കിൽ ഞാൻ തരാം, പായക്കാണ് നമ്മൾ പൈസ തരൂല
അറിവില്ലായ്മ കൊണ്ട് വന്നതാണ് ആ മനുഷ്യരുടെ അബദ്ധങ്ങളിൽ അള്ളാഹ് പുറത്തെടുക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ധൂർത്തും പൊങ്ങച്ചവും അഹങ്കാരവും പടച്ചോൻ്റെ പേരിലാണെങ്കിൽ പോലും അള്ളാഹു അത് അനുവദിക്കില്ല. ഇനി നമ്മളെ കല്യാണം, നമ്മളെ വസ്ത്രം, നമ്മുടെ ഭക്ഷണം, ഞാൻ എൻ്റെ വർത്താനം നിർത്തി. ഇനി നമുക്ക് ഓരോരുത്തർക്കും സ്വയം ആലോചിക്കാനുള്ളതാണ്. നമ്മുടെ വരുമാനം ഇവിടുന്ന ഏതായാലും ലൈലത്തുൽ ഖദറിൻ്റെ ഒക്കെ ദിനങ്ങൾ വരുന്നു. വീട്ടിൽ കടയിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വരുമാന മേഖലയിൽ നമ്മൾ ടാക്സിൻ്റെ സ്റ്റോക്ക് എടുപ്പുകൾ നടത്തുന്നു. എല്ലാത്തിൻ്റെയും സ്റ്റോക്ക് എടുപ്പ് നടത്താൻ പറ്റിയ ദിവസങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക. നമ്മുടെ വരുമാന ജീവിതം അല്ലെങ്കിൽ സാമ്പത്തിക ജീവിതം സുരക്ഷിതമാണോ? അള്ളാഹുവിൻ്റെ അടുക്കൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞതുപോലെ, അല്ലെ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വലിയ സമ്പന്ന, ഞാൻ നേരത്തെ പറഞ്ഞ കോടീശ്വരന്മാരിൽ ഒരാളാണ്, അല്ലെ, ഇഷ്ടംപോലെ കൊടുത്ത് സമ്പന്നനായവൻ. അദ്ദേഹത്തിൻ്റെ അടുക്കൽ റസൂൽ ഒരു മനുഷ്യനെ പറഞ്ഞേക്കുണ്ടല്ലോ, മറ്റേ കല്യാണത്തിന് മഹർ ചോദിച്ചുകൊണ്ട് പറഞ്ഞേക്കുന്നുണ്ട്. അദ്ദേഹം പുരയിലെത്തുന്ന സമയത്ത് ഭാര്യയായിട്ട് മഹാ കച്ചറ അയാൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. എന്തിനാ വിഷയം അറിയോ? എണ്ണത്തിരി കരിഞ്ഞു പോയതിന്, എണ്ണ വറ്റിയിട്ട് തിരി കത്തിപ്പോയി. അതിന് ഭാര്യയായിട്ട് വക്കാണ ഉണ്ടാക്കുന്ന സമയത്താണ് മഹറിന് പൈസയും ചോദിച്ചൊരു മനുഷ്യൻ വരുന്നത്. മൂപ്പരെ വന്ന അതേ സ്പീഡിൽ മദീനത്തെ റസൂലിൻ്റെ പള്ളിക്ക് തന്നെ പോന്നു. അതാടങ്ങനെ തിരിഞ്ഞളിച്ച് റസൂൽദ ചോദിച്ചു, എന്തേ ഈ പോയില്ലേ? ഞാൻ പോയി, പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല ആറ്. റസൂൽദ പറഞ്ഞു, ഈ കാര്യമൊക്കെ ഉണ്ട്, ജി ചെല്ല് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് വന്നു. എന്നിട്ട് വീട്ടിൽ വന്നു അബ്ദുറഹ്മാൻ അടുക്കൽ വന്ന് പറഞ്ഞു, ഇങ്ങനെ റസൂൽ പറഞ്ഞയച്ചാൽ എനിക്ക് കല്യാണം കഴിക്കണം, മാറു കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ അതെ 400 വെള്ളി നാണയം കൊടുത്തു. മഹറിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്താ ചില്ലറ കൊടുത്താൽ മതി. 400 വെള്ളി നാണയം കൊടുത്തു, ഉഷാറാക്കി തന്നെ കൊടുത്തു. അപ്പോൾ ഈ പാവം പറഞ്ഞു, ഞാൻ നേരത്തെയും വന്നീനി, പക്ഷെ വന്നപ്പോൾ നിങ്ങളുണ്ട് ഒരു കത്തിയ തിരിയും പിടിച്ച് ഇങ്ങാണ് പെണ്ണുങ്ങളോട് കത്തണ്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മളെ കാര്യം അവിടെ നടക്കൂലാന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ തിരുമ്മ പിടിച്ചാൽ ഇങ്ങനെ കൊടുക്കാൻ കഴിയുക, അല്ലേ? ഒരു ബൾബ് ഓഫാക്കിയിട്ടിട്ട്, അല്ലേ, ഒരു ഫാൻ ഓഫാക്കിയിട്ടിട്ട് അങ്ങനെ ഒരു യൂണിറ്റ് പിടിച്ചാൽ ഇങ്ങനെ എടുത്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്തപ്പോൾ മുഴുവൻ കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ മരിച്ചതിന് ശേഷം അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ അടുക്കലേക്ക് മുസ്ലിം സമൂഹത്തിന് സാമ്പത്തിക ആവശ്യം ഉണ്ടാകുമ്പോഴൊക്കെ ആളെ പറഞ്ഞേക്കും. അബ്ദുറഹ്മാനെ, റസൂലുള്ള പറഞ്ഞിക്കണേ സമ്പന്നന്മാർ സ്വർഗത്ത് പോകാൻ തിരി പണിയാണ്. അതിന് അബ്ദുറഹ്മാൻ്റെ മറുപടി ഇങ്ങനെയായിരിക്കും, ഉമ്മ അങ്ങക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളി, അബ്ദുറഹ്മാൻ നേരെ തന്നെ പോകും. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളി, അബ്ദുറഹ്മാൻ നേരെ തന്നെ പോകും. യുഗനീഖുമുള്ള അല്ലെ യുഗനീഹിമുള്ള, അള്ളാഹ് ഐശ്വര്യം തരും. അള്ളാഹിൻ്റെ മാർഗത്തിലാണ് വരവും ചെലവുമെങ്കിൽ അള്ളാഹു ഐശ്വര്യം തരും. കണക്കോക്കിക്കോളി ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരുടെ നമ്മുടെ വരവിൻ്റെ മാർഗങ്ങൾ ശുദ്ധമാണോ? നമ്മുടെ ചെലവിൻ്റെ മാർഗങ്ങൾ കൃത്യമാണോ? ദുർത്താകരുത്. അത് ദീനിൻ്റെ വിഷയത്തിലായാലും ശരി, ദുനിയാവിൻ്റെതായിരുന്നാലും. അള്ളാഹു വിശുദ്ധമായ ഭക്ഷണം കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് തൗഫീക്ക് തരട്ടെ. ഈ സമ്പത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താ അറിയോ? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല എന്നുള്ളതാണ്. ഹറാം തിന്നാൽ, ഹറാം ഉടുത്താൽ, ഹറാമിൽ ജീവിച്ചാൽ പ്രാർത്ഥന ഏത് ഇമാം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, തലൻ്റെ മേലോട്ട് കയറൂല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതിലേറെ വലിയൊരു ദുരന്തം ഒരു വിശ്വാസിക്ക് വരാനെന്താ ഉള്ളത്? നമുക്ക് ആകെയുള്ള ഒരൊറ്റ ആയുധമേ ഉള്ളൂ, അല്ലേ? ലോകം മുഴുവൻ നമുക്കെതിരെ കുത്തിമറിഞ്ഞ് വരികയാണെന്ന് നമുക്കറിയാം. അപ്പോഴും നമ്മൾ പിടിച്ചിരിക്കുന്നത് പടച്ചോനുണ്ട് എന്നുള്ള ധൈര്യത്തിലാണ്, അല്ലേ? നമ്മളെ ഭരണകൂടമോ ഇനി ലോക ഭരണകൂടമോ ഏത് ധിക്കാരികളോ വന്നോട്ടെ, നമ്മൾ കുലുങ്ങൂല, നമുക്കൊരു പേടിയില്ല. ഇനി 26-ാം തീയതി ഏതൊക്കെ 26 ഒന്നും ആയാലും ശരി, നമുക്ക് ഒരു ചുക്കും സംഭവിക്കൂല. ധൈര്യമുണ്ട് നമുക്ക്. ഏതാ ധൈര്യം എന്നറിയോ? ഹബിലും മിനല്ലാഹ്, അള്ളാഹിൻ്റെ കയറിലാ പിടുത്തം. അത് വിട്ടാൽ കമൻ ഖറമിന സമാ, ആകാശത്തുനിന്ന് വീണവനെ പോലെ. പടച്ചോൻ ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്നൊരു പ്രതീക്ഷയാണ്. ആ പ്രാർത്ഥന കേൾക്കൂല എന്ന് റസൂലുള്ള പറയാ. ഹറാമാണ് ജീവിതമെങ്കിൽ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ധന ആഗമന വിനിമയ മാർഗങ്ങൾ അള്ളയും റസൂലും പറഞ്ഞതുപോലെയാണോ? അതിൽ തൃപ്തിപ്പെടാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക നമ്മൾ, അല്ലെ? ഉള്ളതിൽ തൃപ്തിപ്പെടാനുള്ള പ്രാർത്ഥന. അങ്ങനെ സംതൃപ്തമായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഈ മേഖലയിൽ വന്നുപോയ വീഴ്ചകൾ, പരിഹരിക്കാൻ കഴിയാതെ വന്നുപോയ വീഴ്ചകൾ, ഇനി നമുക്ക് പരിഹാരങ്ങളില്ലാതെ വന്നുപോയ ആ തെറ്റുകൾ, റബ്ബേ
നിൻ്റെ മഹത്തായ ഫضല് കൊണ്ട്, ഈ റമളാനിൻ്റെ ശ്രേഷ്ഠത കൊണ്ട്, ഞങ്ങളുടെ നോമ്പിൻ്റെ മഹത്വം കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ മനസ്സ് കൂടുതൽ വിശാലമാക്കി തരണമേ. സാമ്പത്തിക രംഗത്ത് നിൻ്റെ ഹലാലുകളിൽ തൃപ്തിപ്പെടുവാനുള്ള വിശാലത നൽകി നീ ഞങ്ങളുടെ മനസ്സിനെ മാർദ്ദവമുള്ളതാക്കണമേ നാഥ. പടച്ചവനെ, ഹലാല് കൊണ്ട് കുടുംബത്തെ പോറ്റുവാനുള്ള അതിലുള്ള ബർക്കത്തുകൾ നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. റബ്ബേ, ഹറാമിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള കരുത്തു നൽകി നീ ഞങ്ങളെ സഹായിക്കണമേ റബ്ബേ. ജീവിതത്തിൽ പലതരത്തിലുമുള്ള പ്രതിസന്ധികളിലാണ് ഞങ്ങൾ. സാമ്പത്തികമായി ഞങ്ങളേറെ പലതരത്തിലുമുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. റബ്ബേ, മുദ്ദിലും സാഴിലുമെല്ലാം ബർക്കത്ത് ചൊരിയുവാൻ കഴിവുറ്റവൻ നീ മാത്രമാണ്. റബ്ബേ, ഞങ്ങളുടെ എല്ലാ അളവുകളിലും നീ ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിഞ്ഞു തരണമേ നാഥ. റബ്ബേ, എല്ലാവിധ പാപങ്ങളിൽ നിന്നും വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ നാഥ. ഇരു ലോകത്തും വിജയിക്കുന്ന അഭിമാനികളായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് വിശ്വാസികൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുണ്ട്, അതിൽ ഞങ്ങളുടെ ഇണകളും മക്കളുമുണ്ടതിൽ, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്. പടച്ചവനെ, വിശ്വാസികളായ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കുകയും അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കി നൽകുകയും ചെയ്യണമേ നാഥ. റബ്ബേ, ഈ സന്തോഷത്തോടെ നിൻ്റെ ഈ പള്ളിയിൽ ഇങ്ങനെയുള്ള ഈമാനികമായ കർമ്മങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇരിക്കുമ്പോൾ റബ്ബേ, അത് പൂർണ്ണ നന്മകളായി നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ. ഇതേപോലെ നോമ്പെടുക്കാൻ കഴിയാതെ, ക്ലാസ്സുകളിൽ ഇരിക്കാൻ കഴിയാതെ, ഈമാനികമായി ജീവിക്കാൻ കഴിയാതെ വിഭ്രാന്തിയിൽ, പരിഭ്രാന്തിയിൽ, ഭയത്തിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിൽ. ഈമാനിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന ആ നിരപരാധികളായ പണ്ഡിതന്മാരും പാമരന്മാരും സമ്പന്നരും ദരിദ്രരുമൊക്കെയായ ആ മനുഷ്യർക്ക് റബ്ബേ, നീ എല്ലാവിധത്തിലുമുള്ള തൗഫീക്കുകളും നൽകി അനുഗ്രഹിക്കണമേ. പടച്ചവനെ, നിൻ്റെ വിശുദ്ധ ഭൂമി ഞങ്ങൾക്ക് നീ പ്രത്യേകം പവിത്രമാക്കി നിർണയിച്ച 3-ാമത്തെ പള്ളിയുടെ പ്രദേശം മസ്ജിദുൽ അഖ്സയുടെ ബൈത്തുൽ മുഖദ്ദസ്, ആ ഫലസ്തീൻ ഞങ്ങളുടെ കണ്ണീരായി ഇന്ന് അവശേഷിക്കുകയാണ് റബ്ബേ. അവിടെയുള്ള സത്യവിശ്വാസികൾ വിശ്വാസത്തിൻ്റെ പേരിൽ യഹൂദ അക്രമികളാൽ പീഡിപ്പിക്കപ്പെടുകയാണ് നാഥ. അവർക്ക് നീ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണമേ റബ്ബേ. അവരുടെ ശത്രുക്കളെ നീ നശിപ്പിക്കണമേ നാഥ. റബ്ബേ, ഇസ്ലാമിക ലോകത്തിന് ആ വിശുദ്ധ ഭൂമി സ്വതന്ത്രമായി ഈ മാനിന് വേണ്ടി ഉപയോഗിക്കുവാനുള്ള അവസരം നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. റബ്ബേ, ഞങ്ങൾ വിധേയരാകുന്ന പരീക്ഷണങ്ങൾ ഞങ്ങളുടെ അബദ്ധങ്ങൾ കൊണ്ടാണ് എങ്കിൽ റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ. നീ ഞങ്ങളോട് കരുണ